Thank you, friends, for joining in this live. Thank you for watching. ഇന്ന് നാം ചിന്തിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനാ ക്രമങ്ങളിലെ നരകങ്ങളെക്കുറിച്ച് ആണ്. നിത്യനരകത്തെക്കുറിച്ച് ഗ്ലോറിയസ് അണ്ടർസ്റ്റാൻഡിങ് എന്താണ് എന്ന് നാം വിവരിച്ചപ്പോൾ ഒബ്ജക്ഷനായിട്ട് ധാരാളം ആളുകൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് പ്രാർത്ഥനകളിൽ കാണുന്ന, പ്രത്യേകിച്ച് നിത്യപ്രാർത്ഥനകളിൽ ഉരുവിടുന്ന നരകങ്ങളെക്കുറിച്ചാണ്. അപ്പൊ ഇവിടെ നമ്മൾ അതിൽ പ്രധാനമായിട്ട് കാണുന്ന ഒരു പ്രാർത്ഥനയാണ് പട്ടായങ്ങപ്പെട്ട ദൈവം തമ്പുരാനെ എന്നുള്ള പ്രാർത്ഥന. ധാരാളം പ്രാർത്ഥനകളിൽ നരക സൂചനകൾ ഉണ്ട്. ഓരോ പ്രാർത്ഥനകളെ നമ്മൾ നോക്കുകയാണ്. നരകം എന്ന ഒരു വാക്ക്, ആ വാക്കിന് പല അർത്ഥങ്ങളുണ്ട്. ഒരർത്ഥമല്ല ഉള്ളത്. ഒരേ വാക്കിന് പല അർത്ഥങ്ങളുണ്ടാകാം. നമ്മൾ എന്താണ് ഗ്രഹിക്കുന്നത് എന്നാണ് പ്രധാനപ്പെട്ടത്. ഇപ്പൊ നിത്യനരകം, നരകം എന്ന് പറയുമ്പോഴേ അത് നിത്യനരകം വേറെയാണ്. നിത്യനരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത ചിന്താഗതിയാണ്. അവസാനമില്ലാതെ കോടാനുകോടി വർഷങ്ങൾ മനുഷ്യരെ വലിയ പീഡനങ്ങൾക്ക് വിധേയമാക്കുന്നു എന്നുള്ള സങ്കല്പമാണ് നിത്യനരകം എന്ന സങ്കല്പം. അപ്പൊ നിത്യനരകം എന്നുള്ള ഒരു ആശയം ക്രിസ്തീയമല്ല, അത് ബൈബിളിലുള്ളതല്ല. ഇതാണ് നമ്മൾ പറയുന്നത്. ഇംഗ്ലീഷിലെ ഹെൽ എന്ന വാക്ക് യൂറോപ്പിലെ ഒരു ദേവതയുടെ പേരാണ്, ഒരു വിജാതീയ ദേവത. അതിൽ നിന്നാണ് ആ വാക്ക് വന്നിട്ടുള്ളത്. അതൊക്കെ ഒരിക്കലും ഒരു ക്രിസ്ത്യൻ ടേമല്ല, ബിബ്ലിക്കൽ ടേമല്ല, തികച്ചും വിജാതീയമായ ഒരു ടേമാണ്. ദൈവത്തെക്കുറിച്ച് മനുഷ്യർക്ക് മിസ്അണ്ടർസ്റ്റാൻഡിങ്, മിസ്കോൺസെപ്ഷൻ. ദൈവത്തെ മനുഷ്യൻ കാണുന്ന പലപ്പോഴും തങ്ങളുടെ മനസ്സിനും തങ്ങളുടെ ചിന്തയ്ക്കും ഒത്ത വിധത്തിലാണ് ദൈവത്തെ മനുഷ്യൻ കാണുന്നത്. തങ്ങളുടെ ഹൃദയം പോലെ കാണുകയാണ്. ദൈവം എങ്ങനെയായിരിക്കും? അപ്പൊ അങ്ങനെ ദൈവത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അനേക ആളുകൾ അവതരിപ്പിച്ചു. കാരണം ഈ അവതരിപ്പിച്ച മനുഷ്യരൊന്നും തികവുള്ളവരോ നിറവുള്ളവരോ പൂർണ്ണരോ ആയിരുന്നില്ല. അവരുടേതായ വൈകാരിക അപഭ്രംശങ്ങൾ അവരുടെ ദൈവശാസ്ത്രത്തിൽ പ്രതിഫലിച്ചിരുന്നു. ഇപ്പോൾ ഒരു അച്ഛനായാലും ഒരു തിരുമേനി ആയാലും വ്യക്തിപരമായ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ, ചിലപ്പോൾ സ്വഭാവ വൈകല്യങ്ങൾ ഒക്കെ കാണും. അപ്പൊ അതുപോലെയാണ് നമ്മൾ കാണുന്ന പഴയ ദൈവവൃദ്ധന്മാർ, ദൈവപുരുഷന്മാർ വിപ്രകോപികളായിരുന്നു. ഒരു ഇരട്ടപ്പേര് വിളിച്ച് തന്നെ കളിയാക്കി എന്നതിന്റെ പേരിൽ കുറെ ബാലന്മാരെ വന്യമൃഗത്തെ കൊണ്ട് കടിപ്പിച്ചു കൊല്ലിക്കുന്നതായിട്ട് നമുക്ക് കാണാം. എലീഷയുടെ ഒക്കെ ചരിത്രം വായിക്കുമ്പോൾ തന്നെ ബഹുമാനിക്കാത്തതുകൊണ്ട് ആകാശത്ത് നിന്ന് തീയിറക്കി 50 പേരെ കത്തിച്ചു കളയുന്ന ഏലിയാവിന്റെ ചരിത്രം കാണാം. ക്ഷിപ്രകോപികള്, ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ആളുകള്, അങ്ങനെയൊക്കെയുള്ള ആളുകളാണ്. ബലഹീനതകളും കുറവുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ ചിന്തിച്ച പോലെ ദീർഘക്ഷമയും മഹാദയയും ഉള്ളവനാണ് യഹോവ എന്ന് പർവ്വതത്തിന്റെ മുകളിൽ യഹോവ പറഞ്ഞു പഠിപ്പിച്ചു. മോശയും ഏറ്റുപാടി. പക്ഷേ പർവ്വതത്തിൽ നിന്ന് താഴെ വന്നപ്പോഴേക്കും മോശയുടെ ക്ഷമ പോയി. 3000 പേരെ കൊന്നു.
അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് യഹോവയുടെ ക്ഷമ പോയെന്നാണ്, ദൈവത്തിന്റെ ക്ഷമ പോയെന്നാണ്. ദൈവത്തിന്റെ ക്ഷമ പോയില്ല, മോശയുടെ ക്ഷമയാണ് പോയത്. എന്നാൽ ക്രിസ്തുവിലേക്ക് വരുമ്പോഴാണ് ദൈവത്തിന്റെ ക്ഷമ നമ്മൾ കാണുന്നത്. ഇപ്പൊ പർവ്വതത്തിന്റെ മുകളിൽ ദൈവം പറഞ്ഞ കാര്യം ജനത്തിന് വെളിപ്പെട്ട് കിട്ടാൻ 1500 വർഷം കൊണ്ട് വെയിറ്റ് ചെയ്ത് കാൽവരി ക്രൂശ് വരെ വരേണ്ടി വന്നു. അപ്പൊ താൻ ദീർഘക്ഷമയും മഹാദയും ഉള്ളവനാണെന്ന് പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് പറഞ്ഞു. നിങ്ങളിപ്പം പിന്നെ ഈ പർവ്വതത്തിന്റെ മുകളിൽ മോശ കൽപ്പന മേടിക്കുന്ന ഭാഗം വായിക്കുമ്പം കൽപ്പന കൊടുത്തിട്ട് ദൈവം പറയാണ്, യഹോവയായ ദൈവം ദീർഘക്ഷമയും മഹാദയുമുള്ളവൻ, അവൻ 1000 ദയപാലിക്കുന്നവൻ. ഹല്ലേലൂയ, ഗ്ലോറി. അപ്പൊ ഇത് പർവ്വതത്തിന്റെ മുകളിൽ മോശ ഏറ്റു പറഞ്ഞിട്ട് പർവ്വതത്തിൽ നിന്ന് താഴെ വന്നപ്പോഴേക്കും മോശയുടെ പിടിവിട്ടുപോയി. വെട്ടട ഒരറ്റത്ത് നിന്ന്. ഇപ്പൊ എന്നെ കേട്ടോണ്ടിരിക്കുന്ന പെന്തക്കോസ്ത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് എത്ര പേർക്ക് എന്തോ ഒരു അരിശമാണ് എന്നോടുള്ളതെന്നറിയോ? പലരുടെയും വോയിസ് ക്ലിപ്പൊക്കെ ഞാൻ കേട്ടു. പലരും പ്രാർത്ഥിക്കുന്നു, ശപിക്കുന്നു, പ്രാകുന്നു. അപ്പൊ ദൈവത്തിന്റെ സീറ്റിലൊക്കെ ഈ പെന്തക്കോസ്തുകാർ കയറി ഇരുന്നാൽ 10 പണ്ടേ ഭൂമിയൊക്കെ ഭസ്മമായി പോയി. ഒരു പെന്തക്കോസ്തുകാരനല്ലാത്തതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ഒരു പെന്തക്കോസ്തുകാരനല്ലാത്തതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സീറ്റ് ഇവർക്ക് കൊടുത്താൽ എന്തായിത്തീരും? കത്തോലിക്കനും തദൈവയാണ്. കത്തോലിക്കനും ഒട്ടും മടുപ്പല്ല. മറ്റുള്ളവരെ നിഗ്രഹിക്കണം, നിഹനിക്കണം, കരിക്കണം, പൊരിക്കണം, വറക്കണം, ഇങ്ങനെയുള്ള ചിന്തകളായിട്ട് നടക്കുകയാണ്. മതമൗലികവാദമാണ് പ്രിയ സുഹൃത്തുക്കളെ. നിങ്ങൾ ദൈവവിശ്വാസികളല്ല. നിങ്ങളെ ബാധിച്ചിരിക്കുന്നത് മതമൗലികവാദമാണ്, പരിശുദ്ധാത്മാവോ ആത്മീയതയൊന്നുമല്ല. ഞാൻ ഓപ്പണായിട്ട് പറയാണ്, മതമൗലികവാദമാണ്. നിങ്ങൾ ഈ 2020 അവസാന പാദത്തിങ്കൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുക. ഈ വർഷം അവസാനിക്കാൻ പോവാണ്. ഈ വർഷത്തിന്റെ അവസാനത്തിങ്കൽ മതമൗലികവാദത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്ക്. നിങ്ങൾ മതമൗലികവാദികളാണ്. അപ്പൊ 1500 വർഷം കഴിഞ്ഞപ്പോ മോശയോട് ദൈവം പറഞ്ഞത് യഹോവയായ ദൈവം ദീർഘക്ഷമയും മഹാദയും ഉള്ളവനാണെന്നാണ്. പക്ഷെ പർവ്വതത്തിന്റെ താഴെ വന്ന് ദൈവം പറഞ്ഞ മെസ്സേജ്, അതിന്റെ അന്തസത്ത കാത്തു സൂക്ഷിക്കുന്നതിൽ മോശ ദയനീയമായിട്ട് പരാജയപ്പെട്ടു. മോശയ്ക്കത് കാണിക്കാൻ പറ്റിയില്ല. പക്ഷെ ക്രിസ്തു വിജയകരമായിട്ട് അത് കാണിക്കുക. അതായത് മോശയോട് പറഞ്ഞ മെസ്സേജിന്റെ ശരിക്കുമുള്ള വെളിപ്പെടുത്തൽ, അതിനൊരു മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ഒരു പ്രദർശനം. അപ്പൊ ആ ആശയം ദൃശ്യവൽക്കരിക്കപ്പെടുകയാണ് കാൽവരി ക്രൂശിൽ. തന്റെ താടി രോമം പിഴുതെടുത്തപ്പോഴും, തന്റെ മുഖത്ത് തുപ്പിയപ്പോഴും, തന്നെ അടിച്ചപ്പോഴും, തന്നെ ഉപദ്രവിച്ചപ്പോഴും, ഉഴവുചാലുകൾ പോലെ തന്റെ മുതുക് കീറിയപ്പോഴും, തന്റെ വസ്ത്രം പങ്കിട്ടെടുത്തപ്പോഴും, തന്റെ അങ്കിക്കായി ചീട്ടിട്ടപ്പോഴും, തനിക്ക് കയ്പുകാടി കുടിക്കാൻ കൊടുത്തപ്പോഴും, തന്നെ അപമാനിക്കുന്ന വാക്കുകൾ വിളിച്ചു പറഞ്ഞപ്പോഴും, രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ കുഞ്ഞാടെന്ന പോലെ അനങ്ങാതെ മിണ്ടാതെ നിന്ന് ദൈവത്തിന്റെ ക്ഷമ എന്താണെന്ന് ക്രിസ്തു കാണിച്ചു. അപ്പൊ ക്രിസ്തുവിലാണ് നിങ്ങൾ ദൈവശാസ്ത്രം പഠിക്കേണ്ടത്. മോശയിൽ പഠിക്കുക. മോശയിലേക്കാണ് നോക്കുന്നത്. അടുത്ത പ്രസിഡന്റ് ആകണം, ആയിട്ട് ഇനി ലൈവിൽ വരാവൂ. ആരോടാണോ ജയിച്ചാൻ ഒരു കമന്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അമേരിക്കയിൽ ജനുവരി മുതൽ പട്ടാള ഭരണം വരുമെന്നൊക്കെ പറയുന്നുണ്ട്, ആർക്കറിയാം. അപ്പൊ നമ്മള് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ഈ പട്ടാങ്ങപ്പെട്ട ദൈവം തമ്പുരാനെ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ്. അപ്പൊ ആ പ്രാർത്ഥന നമ്മൾ വായിക്കുകയാണ്. പട്ടാങ്ങപ്പെട്ട ദൈവം തമ്പുരാനെ, ഞങ്ങളെ നീ രക്ഷിച്ചു കൊള്ളണമേ, തിന്മകളൊക്കെയിൽ നിന്നും, ദോഷങ്ങളൊക്കെയിൽ നിന്നും, തിന്മപ്പെട്ട മനസ്സൊക്കെയിൽ നിന്നും, വേശ്യാദോഷ ചിന്തയിൽ നിന്നും, ശത്രുക്കളൊക്കെയിൽ നിന്നും, ചതിവിനുള്ള സ്നേഹകാരികളിൽ നിന്നും, പിശാചുക്കളുടെ പരീക്ഷകളിൽ നിന്നും, ദുഷ്ടമനുഷ്യരുടെ തിന്മകളിൽ നിന്നും, അശുദ്ധപ്പെട്ട വികാരങ്ങളിൽ നിന്നും, മ്ലേച്ഛതപ്പെട്ട മോഹങ്ങളിൽ നിന്നും, തിന്മപ്പെട്ട സ്വപ്നങ്ങളിൽ നിന്നും, ഒളിക്കപ്പെട്ട കണികളിൽ നിന്നും,
കുറെ കാര്യങ്ങൾ അവിടെ ഒരു ലിസ്റ്റ് ഉണ്ട്. അപ്പം ചാകാത്ത പുഴുവിൽ നിന്നും കെടാത്ത തീയിൽ നിന്നും പല്ലുകടിയിൽ നിന്നും കരച്ചിലിൽ നിന്നും കൈപ്പുവട്ട ഭാവിതത്തിൽ നിന്നും തിന്മപ്പെട്ട നാഴികയിൽ നിന്നും ഉപദ്രവിക്കുന്നതായ ദുഷ്കരത്വത്തിൽ നിന്നും പഞ്ഞത്തിൽ നിന്നും പേടിയിൽ നിന്നും ഇളക്കത്തിൽ നിന്നും സഹിപ്പാൻ വഴിയാത്ത ശിക്ഷകളിൽ ഒക്കെയിൽ നിന്നും ഇതിൽ നിന്നെല്ലാം ഞങ്ങളെ രക്ഷിക്കണം. ഇറ്റ്സ് എ പ്രയർ, കോമൺ പ്രയർ, പൊതു പ്രാർത്ഥന. അപ്പൊ ഈ കെടാത്ത തീയിൽ നിന്നും ചാകാത്ത പുഴുവിൽ നിന്നും എവിടെയാണ് ഈ കെടാത്ത തീയും ചാകാത്ത പുഴുവും? ഒന്നാമത് രണ്ട് കാര്യമാണ് ഈ കെടാത്ത തീയും ചാകാത്ത പുഴുവും. നമ്മുടെ മതവാദികൾ എന്ത് ചെയ്തു? കെടാത്ത തീയിൽ ചാകാത്ത പുഴുന്നാക്കി. ഇത് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. യെരുശലേം ദൈവാലയത്തിന്റെ തെക്കേ ചെരുവില് യെരുശലേം ദൈവാലയത്തിലെ മാലിന്യ കൂമ്പാരം കൊണ്ടിടുന്ന സ്ഥലമാണ്. അവിടെ ദൈവാലയ അവശിഷ്ടങ്ങൾ, അതായത് ടെമ്പിൾ വേസ്റ്റ് കൊണ്ട് ഡംപ് ചെയ്യും. എന്നിട്ട് അതിന് തീ കൊളുത്തും. നെയ്യും കൊഴുപ്പും ഒക്കെ ഉള്ളതായതുകൊണ്ട് ഇതിങ്ങനെ കത്തി കത്തി നിൽക്കും, പുക പൊങ്ങിക്കൊണ്ടിരിക്കും. ഇന്നത്തെ പോലെ ഇൻസിനേറ്റർ ഒന്നും ഇല്ല, ആധുനിക. അന്നത്തെ കാലത്ത് ഇതിങ്ങനെ കത്തിക്കാണ്. അപ്പൊ അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. എന്നാൽ ഈ യാഗങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് ജൈവാവശിഷ്ടങ്ങളും ധാരാളമുണ്ട്. അപ്പൊ അവിടെ എന്തുണ്ട്? പുഴുക്കളുണ്ട്. അതുകൂടാതെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടാൽ, അങ്ങനെ വധിക്കപ്പെടുന്ന ആളുകളുടെ, കൊല്ലപ്പെടുന്ന ആളുകളുടെ മൃതശരീരങ്ങളും ഈ ഇവിടെയോട്ട് വലിച്ചെറിയും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരം ബെൻകിന്നോൻ താഴ്വരയിലേക്ക് വലിച്ചെറിയപ്പെടേണ്ടതായിരുന്നു. അതിൽ നിന്നാണ് ആ ശരീരത്തെ അരിമത്യാക്കാരൻ ജോസഫ് സംരക്ഷിച്ചത്. അതുകൊണ്ടാണ് അരിമത്യാക്കാരൻ ജോസഫിനെ സഭ അനുസ്മരിക്കുന്നത്. നമ്മളിങ്ങനെ ഈ ദുഃഖവെള്ളിയാഴ്ചയൊക്കെ പാടുമല്ലോ, അരിമത്യ നാട്ടിൽ ധാർമ്മികനായി വാണ. ഞാൻ എപ്പോഴും പറയും, നമ്മുടെ സഭയുടെ ഒരു പ്രത്യേകതയാണ്, നമ്മൾ ആരെയും മറക്കുന്നില്ല. ഞാൻ ഇന്ന് പെന്തക്കോസ്തുകാരുടെ ഒരു കക്കൂസ് കടലാസ് ഉണ്ട്, ഹല്ലേലിയ എന്നാണ് പേരിട്ടിരിക്കുന്നത്. നിലമ്പൂര് ഉള്ള ഒരു സാങ്കുട്ടി എന്ന് പറഞ്ഞൊരു തട്ടിപ്പുകാരൻ കോട്ടയത്ത് വന്ന് കുറെ നാൾ താമസിച്ചു. പിന്നെ ഇപ്പൊ തിരുവല്ല കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നത് ഒരു പത്രം, ഒരു കക്കൂസ് കടലാസാണ് ഹല്ലേലിയ. അതിനകത്ത് ഇന്ന് ഹൂസ്റ്റണിലുള്ള ഞങ്ങളുടെ മുൻ പാസ്റ്റർ ലേഖനങ്ങൾ എഴുതുന്നുണ്ട്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇപ്പൊ ഈ ലക്കത്തിൽ എഴുതിയിട്ടുണ്ട്. ആളുകൾ എനിക്ക് അയച്ചു തരുന്നു. എന്റെ പടമൊക്കെ വെച്ചിട്ടാണ് ഈ ദുരുപദേശവുമായി ശുഭപീഡിയക്കൽ എന്ന് പറഞ്ഞ എന്റെ പടം വെച്ചിട്ടുണ്ട്. എത്ര വലിയ ക്രിമിനൽ ഒഫൻസ് ആണെന്ന് ഈ സാങ്കുട്ടിക്കാരത്തിൽ. കാരണം അവൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. ഞാൻ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അകത്തു പോകും. കാരണം ഒരാളുടെ പടം വെച്ച് ദുരുപദേശകൻ എന്ന് പത്രത്തിൽ അടിക്കാൻ പറ്റത്തില്ല. ഞാൻ കേസൊന്നും കൊടുക്കുന്നില്ല, അത് സാങ്കുട്ടിക്ക് അറിയാം. അതുകൊണ്ടാണ് നമ്മൾ അത് ഒരു ലക്കത്തിലല്ല, തുടർച്ചയായിട്ട് കഴിഞ്ഞ 12 ലക്കമായിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. 12 അല്ല, മാസത്തിൽ 2 ലക്കം വെച്ച്. അപ്പൊ 24 ലക്കത്തിൽ അടിച്ചു കഴിഞ്ഞു. ഈ ഏറ്റവും ലേറ്റസ്റ്റ് ലക്കത്തിലുണ്ട്. ഇപ്പോഴും എന്റെ പടം വെച്ചിട്ട് ദുരുപദേശവുമായി ശുഭപീഡിയക്കൽ മറുപടിയുമായി ചാക്കോ എന്ന് പറഞ്ഞ കേസി ചാക്കോയുടെ ഒരു ലേഖനമാണ്. അത് ഡിഫേമേഷനാണ്. ഞാൻ അതിന് കേസിനൊന്നും പോകാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സാങ്കുട്ടി എന്ന് പറഞ്ഞാൽ തീരെ വിവരമില്ലാത്ത, മഴ പെയ്തപ്പം നനയാതിരിക്കാൻ പോലും സ്കൂൾ വരാതെ കയറി നിൽക്കാത്ത ഒരുത്തനും അവന്റെ ഭാര്യയും തദൈവിയാണ്. അപ്പൊ അതാണ് അവരുടെ സ്ഥിതി. അപ്പൊ പിന്നെ അതിനൊക്കെതിരെ കേസ് കൊടുക്കുന്ന എന്തോ കാര്യത്തിന്? അവനൊക്കെതിരെ കേസ് കൊടുക്കുന്ന ഇപ്പൊ സെപ്റ്റിക് ടാങ്കിൽ പോയി ചൂണ്ടയിടുന്നല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് കൊടുക്കുന്നില്ല, അവനെന്താന്ന് ചെയ്തിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നെന്താന്ന് വെച്ചാൽ, ഇന്നത്തെ അവന്റെ ആ പത്രത്തിൽ അവൻ എഴുതിയിരിക്കുകയാണ്, അവന്റെ കടലാസിനകത്ത്, ചാത്തുമേനോനെ നാം മറക്കരുത്, ഒരിക്കലും മറക്കാൻ പാടില്ല. ചാത്തുമേനോൻ ആരാ? ബൈബിള് മലയാളത്തിലോട്ട് ഉള്ള തർജ്ജിമ തെറ്റുകളൊക്കെ ആയിട്ട് ഈ ബൈബിള് തർജ്ജിമ ചെയ്ത് വളരെ നമ്മൾ ഇപ്പൊ 2000 വർഷമായിട്ട് ക്രിസ്തീയ സഭയ്ക്ക് ഊടും പാവും നൽകി ജീവൻ നൽകിയ 10,000-കണക്കിന് രക്തസാക്ഷികളും വിശുദ്ധന്മാരും എല്ലാം ഉണ്ട്. അവരെല്ലാം മറന്ന പെന്തക്കോസ്തുകാർ ഇപ്പൊ പറയും ചാത്തുമേനോനെ മറക്കല്ലെന്ന്. ഇവന്മാരാരാണ്? അപ്പൊ സഭ എല്ലാവരും അനുസ്മരിക്കുന്ന. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ
അരിമത്യായിലെ ജോസഫിനെ അനുസ്മരിക്കുന്ന കാര്യമാണ്. അരിമത്യ നാട്ടിൽ ധാർമ്മികനായി വന്നു. അപ്പൊ യോസഫ് ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ കർത്താവിന്റെ ശരീരവും എവിടെ പോയി അവസാനിച്ചേനെ? ഈ കെടാത്ത തീയിലും ചാകാത്ത പുഴുവിലും പോയി വീണേനെ. അപ്പൊ കെടാത്ത തീയിൽ നിന്നും ചാകാത്ത പുഴുവിൽ നിന്നും നമ്മുടെ കർത്താവിന്റെ ശരീരത്തെ രക്ഷിച്ചത് ആരാണ്? യോസഫാണ്. കാരണം ക്രിമിനൽ എന്ന് ആരോപിക്കപ്പെട്ട് വധിക്കപ്പെട്ടതാണ്. കർത്താവിന്റെ ശരീരം ഏറ്റുവാങ്ങിയതിന്റെ പേരിൽ പിന്നീട് ഒരു 3 മാസം ജയിലിലൊക്കെ കിടക്കേണ്ടി വന്നു ഈ അരിമത്തിയിലെ യോസഫിൽ. ബൈബിളിലുണ്ടോ എന്ന് ഇപ്പൊ ചോദിക്കും. ഇല്ല. അത് സഭയുടെ പാരമ്പര്യമാണ്. പിന്നീട് അവിടെ നിന്ന് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ യോസഫ് ഇംഗ്ലണ്ടിലേക്ക് പോവായിരുന്നു. ഇംഗ്ലണ്ടിൽ ആദ്യം സുവിശേഷം എത്തിക്കുന്ന അരിമത്തിയിലെ യോസഫാണ്. ഇതാണ് അതിന്റെ യഥാർത്ഥ ചരിത്രം. അപ്പം അവിടെ ഈ കെടാത്ത തീയുണ്ട്, എപ്പോഴും ഇതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. ചാകാത്ത പുഴുവുണ്ട്. അല്ലാതെ കെടാത്ത തീക്കകത്ത് ചാകാത്ത പുഴു നിൽക്കുകയല്ല. മനസ്സിലാകുന്നുണ്ടോ? കെടാത്ത തീക്കകത്തോട് ഇങ്ങനെ ചാകാത്തൊരു പ്രത്യേകതരം പുഴു നടക്കും. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നു. ഇതാണ് ഈ പശ്ചാത്തലം അറിയാതെ ബൈബിൾ വായിക്കുന്ന ഈ നവപ്രവണത ഗ്രൂപ്പുകൾ. അവരിതൊക്കെയാണ് മനസ്സിലാക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ച് എത്തും പിടിയില്ല. ചുമ്മാ ബൈബിൾ തുറന്ന് വായിച്ചിട്ട് ഓരോന്ന് അവർക്ക് തോന്നുന്നത് അങ്ങ് വ്യാഖ്യാനിക്കും. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കെടാത്ത തീയിൽ നിന്ന് ചാകാത്ത പുഴുവിൽ നിന്ന്. അപ്പൊ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എവിടെ നിന്ന് രക്ഷപ്പെട്ടു? കെടാത്ത തീയിൽ നിന്നും ചാകാത്ത പുഴു. എന്താണ് കെടാത്ത തീയും ചാകാത്ത പുഴുവും? അത് അങ്ങേയറ്റം അപമാനകരമായ ഒരു മരണാനന്തര അവസ്ഥയാണ്. എന്താണ് മരണാനന്തര അവസ്ഥ? എന്തിന് സംഭവിക്കുന്ന? ശരീരത്തിന്. അതായത് കെടാത്ത തീയും ചാകാത്ത പുഴുവും ആത്മാവിനാണോ ശരീരത്തിനാണോ ബാധിക്കുന്നത്? ഈ സാധനം ഉപയോഗിക്കണം. ഇവിടെ കെടാത്ത തീയും ചാകാത്ത പുഴുവും ആത്മാവിനെയാണോ? ഈ ഐസക് ഡോക്ടർ കക്കൂസ് കടലാസ് എന്നുള്ളതിൽ ആശ്ചര്യപ്പെട്ടു. അത് ഈ ടോയ്ലറ്റ് ടിഷ്യൂ എന്നൊരു മലയാളം ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഡോക്ടർ. അപ്പൊ ഇതാണ് ഈ കെടാത്ത തീയും ചാകാത്ത പുഴുവും ആത്മാവിനെയാണോ ശരീരത്തെയാണോ ബാധിക്കുന്നത്? വേഗം വേണം കേട്ടോ, ഇത്തരം സമയമില്ല. അപ്പൊ ഇനി നിങ്ങൾക്ക് അടുത്ത പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഇവിടെ ഇടാം. നമുക്ക് ആ പ്രാർത്ഥനകളെ നോക്കാം കേട്ടോ. നിങ്ങൾക്ക് താഴെ കമന്റ് ആയിട്ട് ഇട്ടാൽ ഞാൻ കമന്റ് നോക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ കെടാത്ത തീയും ചാകാത്ത പുഴുവും ശരീരത്തെ ബാധിക്കുന്നതാണ്. മരണാനന്തരം ഉള്ള അവസ്ഥയാണ്. മരണാനന്തരം ഉള്ള അവസ്ഥയാണ്. അപ്പം മരണാനന്തരം ഒരു നല്ല സംസ്കാരം കിട്ടാതെ പോവുക, അതാണ് അതിന്റെ അവസ്ഥ. അപ്പൊ കെടാത്ത തീയിൽ നിന്നും ചാകാത്ത പുഴുവിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥനയുടെ യഥാർത്ഥ അർത്ഥം ഞങ്ങൾക്ക് നല്ല ഒരു ശവസംസ്കാരം ലഭിക്കാനിടയാകണമേ. അല്ലെ, നേരത്തെയൊക്കെ ഒരുമാതിരി ശവസംസ്കാരമൊക്കെ കിട്ടുമായിരുന്നു. ഇപ്പൊ കേരളത്തിൽ ഈ നമ്മുടെ ഈ കക്ഷിവഴക്ക്, സഭയിലെ കക്ഷിവഴക്ക് കാരണം ഒരുമാതിരി കെടാത്ത തീയേക്കാളും കഷ്ടത്തില്ല. നമ്മുടെ കട്ടച്ചേർത്തെ അമ്മച്ചിയൊക്കെ ഒരുമാതിരി തൃശങ്കു സ്വർഗത്തിൽ 40 ദിവസം വഴിയിലൊക്കെ ഇരുന്നു. അപ്പൊ കാരണം ഈ ശവം യാക്കോക്കാരുടെ ശവം മതിലിന് മുകളിൽ കൂടെ പോകുന്നു. അപ്പൊ അങ്ങനെ ഏണി വെച്ച് കൊണ്ടുപോകുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഗതികേടുകൾ ഇതൊക്കെ ഒഴിവാക്കണമെന്നാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. പിന്നെ കൊറോണ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഓർത്തഡോക്സുകാരുടെ കാര്യവും തദവിയായി. ഒരു മുസ്ലിം യുവതിയുടെ കാല് പിടിച്ചിട്ടൊക്കെയാണ് ഒരു വൈദികന്റെ ശവം അടക്കാൻ പറ്റുന്നത്. അപ്പൊ എന്തൊരു ഗതികേടാന്ന് ഓർക്കും. അപ്പൊ ഇത് ഞാൻ പറഞ്ഞത് പിന്നെ ആളുകളില്ല, ബന്ധുക്കളില്ലാതെ മുഖംമൂടി വെച്ച് കുഴിച്ചിടുക, എന്തെല്ലാം കണ്ടു. ഈ കഴിഞ്ഞ വർഷം നമ്മൾ ഒത്തിരി കണ്ടു. കെടാത്ത തീയേക്കാളും ചാകാത്ത പുഴുവിനേക്കാളും അധമമായി, ഹീനമായി, വളരെ ദുർഗതിയിൽ അടക്കപ്പെടുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. അപ്പൊ ഈ പ്രാർത്ഥനയുടെ അർത്ഥം കെടാത്ത തീയിൽ നിന്ന് ചാകാത്ത പുഴുവിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥനയുടെ അർത്ഥം ഞങ്ങൾക്ക് നല്ല ഒരു ശവസംസ്കാരം ഉണ്ടാകണം, മാന്യമായിട്ട് ഭക്തന്മാർക്ക് ചേരുന്ന വിധത്തിൽ മരിക്കുവാൻ. നമ്മുടെ സഭയിലെ പ്രാർത്ഥനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന തന്നെയാണ് നല്ല ഒരു മരണം ഞങ്ങൾക്ക് തരണം. അല്ലെ, സമാധാനവരന്മാർക്ക്
ഉള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾക്ക് നല്ല ക്രിസ്തീയ അന്ത്യം നൽകുവാണമേ. എവിടെയെല്ലാം നിങ്ങൾ കേൾക്കുന്നത് നല്ല മരണം തരണമേ, നല്ല അടക്കം തരണമേ. അതാണ് ആ പ്രാർത്ഥന. ഇതൊക്കെ മനുഷ്യന്റെ അനുദിന വ്യവഹാരങ്ങളിൽ പ്രാർത്ഥിക്കപ്പെടേണ്ട വിഷയം തന്നെയാണ്, പരിഗണിക്കപ്പെടേണ്ട വിഷയം തന്നെയാണ്. അല്ലാതെ മൃഗതുല്യരായിട്ട് ജീവിക്കാൻ. മനുഷ്യരാകുമ്പോൾ അവന്റെ ഫ്യൂണറലൊക്കെ പ്ലാൻ ചെയ്യും. ഇപ്പൊ ഈ അമേരിക്കയിലൊക്കെയുള്ള ആളുകളെല്ലാം അവരവരുടെ ഫ്യൂണറൽ പ്ലാൻ ചെയ്തതിനുള്ള പൈസ അടച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഫ്യൂണറൽ ഹോമിലൊക്കെ കൊണ്ട് പൈസ അടച്ച് ഇന്ന പോലെയൊക്കെ വേണം. കാരണം അവര് വളരെ ഉറപ്പ് എന്തെങ്കിലും മരിക്കും. അങ്ങനെ. അപ്പൊ അതും നമ്മുടെ പിതാക്കന്മാർ പ്രാർത്ഥന എഴുതി വെച്ചിരിക്കുകയാണ്. നല്ല ഒരു മരണം ഞങ്ങൾക്ക് തരണമേ എന്നുള്ള പ്രാർത്ഥനയോടൊപ്പം തന്നെ നല്ല ഒരു അടക്കം ഞങ്ങൾക്ക് തരണം. അപ്പൊ അതാണ് ആ പ്രാർത്ഥന. അപ്പം അതുകൊണ്ട് ഇനി നിങ്ങൾ ഗ്ലോറിയസ് ഫോളോവേഴ്സ് പട്ടാങ്ങപ്പെട്ട ദൈവം തമ്പുരാനെ പ്രാർത്ഥന കേൾക്കുകയോ അത് പ്രാർത്ഥിക്കുകയോ ചെയ്യുമ്പം, അല്ലെ പ്രാർത്ഥിക്കാൻ അവസരം കിട്ടുകയൊക്കെ ചെയ്യുമ്പം യാതൊരു എന്താ പറയുക, മുഖം നോക്കാതെ അങ്ങ് പ്രാർത്ഥിച്ചോണം, ഒരു പ്രശ്നവുമില്ല. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങൾക്ക് നല്ല അടക്കം തരണം. പോലീസുകാരെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുന്ന രീതിയിൽ ഒന്നും ആയിത്തീരാതെ ഞങ്ങൾ ജീവിച്ചിരുന്ന ശരീരം വിട്ട് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളുടെ ഈ ശരീരം കെടാത്ത തീയിലേക്കും ചാകാത്ത പുഴുവിലേക്കും കണ്ട മുനിസിപ്പാലിറ്റിക്കാരുടെ ലോറിയിലൊക്കെ വെച്ചോണ്ടൊക്കെ പോകും. കൊറോണയൊക്കെ ഇനി മൂക്കുകയാണെങ്കിൽ ഇപ്പം ലക്ഷണങ്ങൾ കണ്ടിട്ട് 2021 അത്ര ശുഭകരമാണ്. കോട്ടയത്തെ തങ്കപ്പനൊക്കെ പരിശ്രമിക്കുന്നുണ്ട്, നല്ല പ്രവചനമൊക്കെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ എങ്ങനെയായിത്തീരുമെന്ന് അറിയത്തില്ല. അപ്പൊ നമ്മൾ ഈ മനസ്സിലാക്കേണ്ടത് ഈ നല്ലൊരു അവസരം. ഇപ്പൊ മുനിസിപ്പാലിറ്റിയുടെ ലോറിയിലൊക്കെ എടുത്തുകൊണ്ട് പോവാണല്ലോ, ആളുകളൊക്കെ കൂട്ടമായിട്ട് മരിച്ചാൽ അങ്ങനെയൊക്കെ ആയിത്തീരും. ഇത്രയുള്ളതിന്റെ ആ പ്രാർത്ഥനയുടെ അർത്ഥം. കെടാത്ത തീയിൽ നിന്ന് ചാകാത്ത പുഴുവിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ള ആ പ്രാർത്ഥനയുടെ അർത്ഥം ഇതാണ്. നല്ല ഒരു അടക്കം ഞങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് അങ്ങനെയാണ് ആ പ്രാർത്ഥന. ഇനി നിങ്ങൾക്ക് അടുത്ത പ്രാർത്ഥനകൾ നമുക്ക് ഇവിടെ ഇടാൻ കേട്ടോ. നമുക്ക് ഇനി പ്രാർത്ഥനകളില് അപ്പം ഈ പ്രാർത്ഥനകളിൽ നിന്ന് നമ്മളെ എന്ത് ചെയ്യണം? രക്ഷിക്കുകയാണ് അല്ലേ? ബിഷപ്പ് എഴുതിയിരിക്കുന്നത് ഈ പ്രാർത്ഥനയിൽ നിന്ന് രക്ഷിക്കണം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരുന്നത് ആ പ്രാർത്ഥനയുടെ അർത്ഥം. ഇനി ഒരു പ്രാർത്ഥന, ഒരു പ്രധാനപ്പെട്ട പ്രാർത്ഥന, ഭയങ്കരമേറിയ കണക്ക് പുസ്തകങ്ങൾ തുറക്കപ്പെടുകയും ഞങ്ങളുടെ കുറ്റങ്ങൾ വായിക്കപ്പെടുകയും ചെയ്യുന്ന സമയത്ത്, അതായത് ആ ട്രെംബ്ലിംഗ് ഡേ, ഭയന്ന് വിറയ്ക്കുന്ന ഈ പട്ടായപ്പെട്ട ദൈവം തമ്പുരാനെ പട്ടാങ്ങപ്പെട്ട ദൈവം തമ്പുരാനെ ഞങ്ങളെ നീ രക്ഷിച്ചു കൊള്ളണമേ. തിന്മകൾ ഒക്കെയിൽ നിന്നും ദോഷങ്ങൾ ഒക്കെയിൽ നിന്നും തിന്മപ്പെട്ട മനസ്സൊക്കെയിൽ നിന്നും വേശ്യാദോഷ ചിന്തയിൽ നിന്നും ശത്രുക്കളൊക്കെയിൽ നിന്നും ചതുവിനുടെ സ്നേഹകാരിൽ നിന്നും പിശാചുക്കളുടെ പരീക്ഷയിൽ നിന്നും ദുഷ്ടമനുഷ്യരുടെ തിന്മകളിൽ നിന്നും അശുദ്ധമാക്കപ്പെട്ട വികാരങ്ങളിൽ നിന്നും മ്ലേച്ഛതപ്പെട്ട മോഹങ്ങളിൽ നിന്നും സാത്താനെടുത്ത വിചാരങ്ങളിൽ നിന്നും തിന്മപ്പെട്ട സ്വപ്നങ്ങളിൽ നിന്നും ഒളിക്കപ്പെട്ട കണികളിൽ നിന്നും മിനുക്കിടപ്പെട്ട വചനങ്ങളിൽ നിന്നും വൻ ചതിവുകളിൽ നിന്നും തിന്മപ്പെട്ട ഉത്തരിപ്പിൽ നിന്നും ഇഹലോകത്തിനടുത്ത സകല പരീക്ഷകളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിച്ചു കൊള്ളണമേ. അരിശത്തിനുടവടിയിൽ നിന്നും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും കോപത്തിൽ നിന്നും
ദ്വേഷതയിൽ നിന്നും, മിന്നലുകളിൽ നിന്നും, ഇടികളിൽ നിന്നും, വസന്തകളിൽ നിന്നും, തീ നരകത്തിൽ നിന്നും, കടുമപ്പെട്ട ദുഷ്കർമ്മങ്ങളിൽ നിന്നും, ചാകാത്ത പുഴുവിൽ നിന്നും, കെടാത്ത തീയിൽ നിന്നും, പല്ലുകടിയിൽ നിന്നും, കരച്ചിലിൽ നിന്നും, കയ്പപ്പെട്ട ഭവിതത്തിൽ നിന്നും, തിന്മപ്പെട്ട നാഴികയിൽ നിന്നും, ഉപദ്രവിക്കുന്നതായ മുഷ്കരത്വത്തിൽ നിന്നും, പഞ്ഞത്തിൽ നിന്നും, പേടിയിൽ നിന്നും, ഇളക്കത്തിൽ നിന്നും, സഹിപ്പാൻ വഹിയാത്ത ശിക്ഷകളൊക്കെയിൽ നിന്നും, പോകുവിൻ, നിങ്ങളെ ഞാൻ അറിയുന്നില്ല എന്നുള്ള തിരുവചനത്തിൽ നിന്നും, നിന്നിൽ നിന്നും ഞങ്ങളെ അകറ്റുന്നതായ സകലത്തിൽ നിന്നും, കർത്താവേ, ഞങ്ങളെ നീ രക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. ഇതാണ് ആ പ്രാർത്ഥന. അപ്പൊ ഇതിനകത്ത് നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ ഉള്ള കാര്യങ്ങളാണ് ആ പ്രാർത്ഥിക്കുന്നത്, നമുക്ക് സംഭവിക്കാവുന്ന കാര്യങ്ങൾ. വളരെ സിമ്പിളാണത്. നിങ്ങൾ ആ രീതിയിൽ അത് ഗ്രഹിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത്. ഇനി അടുത്ത വിഷയം ഇതാണ്. അടുത്തൊരു പ്രാർത്ഥനയാണ്. കൃത്യമായിട്ട് ആ പ്രാർത്ഥന എൻ്റെ കയ്യിൽ ആർക്കെങ്കിലും ഇവിടെ പോസ്റ്റ് ചെയ്യാമെങ്കിൽ ഞാൻ വായിക്കാം. അതായത്, ഭയങ്കരമേറിയ കണക്ക് പുസ്തകങ്ങൾ തുറക്കപ്പെടുന്ന നാഴികയിൽ, അതായത് ഒരു ട്രെംബ്ലിംഗ് ഫിയറോട് കൂടിയുള്ള ഒരു പ്രാർത്ഥനയാണ്. അത് പ്രത്യേകിച്ച് ഈ സുറിയാനി സഭയുടെ പ്രാർത്ഥനകളിൽ പല സ്ഥലത്തും കാണാം. ഭയങ്കരമായ ന്യായവിധിയുടെ ദിവസത്തിൽ, ആ ഭയങ്കരമേറിയ ആ ദിവസത്തിൽ, ഭയങ്കരമേറിയ കണക്ക് പുസ്തകങ്ങൾ തുറക്കപ്പെടുന്ന നാഴികയിൽ, ഭവിക്കുന്ന നാഴിക, ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങൾ കാണാം. അപ്പൊ ഇതെന്താണ് ഈ ഭയങ്കരമേറിയ കണക്ക് പുസ്തകങ്ങൾ തുറക്കപ്പെടും? ഈ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളവർക്കറിയാം. ഞാൻ ഇപ്പൊ അങ്ങനെ ഈ പറയുന്നതിന്റെ കാരണം, ഒരുമാതിരി സ്കൂളിൽ പഠിച്ചിട്ടുള്ളവർക്ക് മാത്രമാണ് ഈ ഗ്ലോറിയസ് ഗോസ്പൽ മനസ്സിലാകുന്നത്. ഈ തീരെ പള്ളിക്കൂടത്തിൽ പോകാത്തവർക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം ഇത് നമ്മൾ ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ ലിസ്റ്റ് നോക്കുകയാണ്. കാരണം ഇത് മനസ്സിലാകുന്നവരും മനസ്സിലാക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് ഞാൻ ഈ സ്കൂളിൽ പോയായിരുന്നു. ഇപ്പൊ സ്കൂളിൽ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം, ഈ പരീക്ഷയുണ്ട്, ഓണപരീക്ഷയും ക്രിസ്തുമസ് പരീക്ഷ. ഇപ്പോഴല്ല, പണ്ടത്തെ കാലത്ത്. ഇപ്പൊ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഓണപരീക്ഷയും ക്രിസ്തുമസ് പരീക്ഷയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ തന്നെ ക്ലാസ് പരീക്ഷയൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ സെമി സെമസ്റ്ററും, അല്ലെ, സെമി ടെർമിനൽ എന്നൊക്കെ പറയും. അല്ലെങ്കിൽ ഒരു കേട്ടെഴുത്തായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഇത് ചെറിയ ടെസ്റ്റ്. അപ്പൊ ഈ പരീക്ഷ കഴിഞ്ഞിട്ട് ഈ സാറ് ഉത്തരക്കടലാസുമായിട്ട് വരുന്ന ദിവസമുണ്ട്. അപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട്, ഈ പിള്ളേരൊക്കെ ഈ ജനലിൽ കൂടെ ഒക്കെ ഇങ്ങനെ എത്തി നോക്കി, വരാന്തരോട്ട് അങ്ങേയറ്റത്ത് സ്റ്റാഫ് റൂമിൽ നിന്ന് സാർ ഇറങ്ങി ഇങ്ങനെ വരുന്നുണ്ടോ. അപ്പൊ ഒന്നാമത് ഇങ്ങനെ എത്തി നോക്കുന്ന സാറ് വന്നിട്ടുണ്ടോ എന്ന്. എന്നത്തേനും ഉണ്ടെങ്കിൽ, ഉണ്ടുണ്ട്, ഇന്ന് രാവിലെ ഞാൻ കണ്ടായിരുന്നു. എന്നത്തേനും പങ്ക് ചങ്കൊക്കെ പടപട ഇടിച്ച് എല്ലാവരും ഇങ്ങനെ ഇരിക്കുക. പിന്നെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മിടുക്കന്മാരുണ്ട്, എല്ലാവരും ഇങ്ങനെ അറ്റൻഷനായിട്ട് ബെഞ്ചിലിരിക്കുക. ഇച്ചിരി സാമർത്ഥ്യമുള്ളവരാണ്, എന്നാൽ ഇച്ചിരി ധൈര്യമുള്ളവരാണ് ഈ ബെഞ്ചിൽ നിന്ന് എഴുന്നേറ്റ് ഈ ജനലിൽ കൂടെ സാറ് വരുന്നുണ്ടോ എന്ന് നോക്കുന്നത്. സാറ് വരുന്നുണ്ടോ എന്ന്, സാറിന്റെ കയ്യിൽ ഉത്തരക്കടലാസിന്റെ കെട്ടുണ്ടോ എന്നൊക്കെ നോക്കും. ഉണ്ടെങ്കിൽ പെട്ടെന്ന് സൂചി വരും, പേപ്പർ ഉണ്ട്. പിന്നെ ഭയങ്കര ശ്വാസം വിട്ടാ കേൾക്കാം ക്ലാസ്സിനകത്ത് എല്ലാവരും ഇങ്ങനെ ശ്വാസം പിടിച്ചിരിക്കും. എന്താ വിഷയം? ഈ പേപ്പർ തരുന്ന ഒരാൾക്ക് എത്ര മാർക്ക് കിട്ടി, ഇതൊക്കെയാണ് ഇങ്ങനെ ഈ പേപ്പർ കിട്ടും. ഇതെന്തിനെത്ര അത്രയും മസിൽ പിടിക്കുന്നു? ശ്വാസം വിട്ടിരിക്കാൻ മേലെന്ന് വെച്ചാൽ, ആരും ശ്വാസം വിട്ടിരുന്നിട്ടില്ല. ഇരിക്കാൻ മേലെന്ന് വെച്ചാൽ ഇരിക്കായിരുന്നു, പക്ഷെ അതിനെ തൂക്കി കൊല്ലാൻ വിധിക്കുവോ, മൂക്കി കയറ്റി വലിക്കുവോ, എന്താ ചെയ്യുന്നത് സാറ്? ഒന്നുമില്ല, ഈ പേപ്പർ ഇങ്ങനെ തരും, മാർക്ക്. ഈ വാല്യുവേഷൻ ഭയങ്കര ചങ്ങനായിട്ട്. ഇപ്പൊ ഈ അമേരിക്കയില് ഇതുണ്ട്, ഓരോ 3 മാസവും കൂടുമ്പം നമുക്ക് മെഡിക്കൽ ചെക്കപ്പ് ഉണ്ട്. എവരി 3 months. അപ്പൊ ഞാൻ ഒത്തിരി പേരെയൊക്കെ കണ്ടിട്ടുള്ള കേട്ടോ. ഒത്തിരി പേരെന്ന് പറഞ്ഞാൽ ഒരു അമേരിക്കയിലുള്ള ഒരു ശരാശരി ഒരു വ്യക്തി, നിങ്ങൾ അമേരിക്ക മലയാളികളോട് വിളിച്ചു ചോദിച്ചാലും മതി, ഈ 3-ാം മാസം ആകുമ്പോഴേക്കും ഈ ബ്ലഡ് ഷുഗറ്, പിന്നെ കൊളസ്ട്രോള്, ബാക്കി അനുബന്ധമായിട്ടുള്ള ചില അനിതാരികളൊക്കെ ഉണ്ട് ഈ ബ്ലഡിനകത്ത്. HDL, LDL, ട്രൈഗ്ലിസറൈഡ്, പിന്നെ A1C ലെവല്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ഒന്ന് നോക്കും. അപ്പൊ ഇത് നോക്കാൻ വേണ്ടി അങ്ങോട്ട് ഒരുങ്ങി പോകുന്ന ആളുടെ വിഷമം ഞാൻ ഒത്തിരി പേരുടെ കണ്ടിട്ടുണ്ട്. ഒത്തിരി പേരുടെ ഭയങ്കര വൈമനസ്യമാണ്, ഭയങ്കര പ്രയാസമാണ്. ചങ്കിങ്ങനെ പടപട ഇരിക്കുന്നത്. എന്താ
ഈ 3 മാസം ഇവന്റെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരുന്നു, ഇവൻ തിന്നത് എങ്ങനെ ഇരിക്കുന്നത്, എല്ലാം കൂടെ 3 മാസം കഴിയുമ്പോൾ അളന്ന് നോക്കുന്നു. ഇവിടെ ആരും വെടിവെച്ച് കൊല്ലത്തില്ല, ആരും മൂക്കി കയറ്റി വലിക്കത്തില്ല, ഇലക്ട്രിക് ചെയറിൽ ഇരുത്തത്തില്ല, ഒന്നുമില്ലെന്ന്. അപ്പൊ ഏതൊരു ഇവാലുവേഷനും മനുഷ്യന് സംഭ്രമജനകമാണ്, ഭീതിദായകമാണ്, ഭ്രമിക്കത്തക്കതാണ്. അപ്പൊ ഇത് മാത്രമേ ആ പ്രാർത്ഥനയിൽ എഴുതി വെച്ചിട്ടുള്ളൂ. ഈ യാക്കോബായക്കാരുടെ പ്രാർത്ഥന കത്തോലിക്കന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിങ്ങൾ ഗ്രഹിക്കരുത്. ഈ തീ നരകവും ഈ പറക്കുന്ന അഗ്നിസ്വർഗമൊക്കെ എവിടെ ഇല്ല. ഇത് ആ സ്നേഹത്തിന്റെ, ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സംഭ്രമത്തെ കുറിച്ചാണ്. ഈ നമ്മൾ അപ്പന്മാരെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. ഇപ്പൊ എന്തിനാ ഭയപ്പെടുന്നത്? ഈ ആധുനിക സമൂഹത്തിൽ ഇവിടെ ഓരോരുത്തരും സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്നതാണ്. അവൻ പൈസ കൊടുത്ത്, അവൻ ഇൻഷുറൻസ് എടുത്ത്, അവന്റെ പൈസക്കാണ് ഈ ബ്ലഡ് ഷുഗർ നോക്കുന്നത്. അവൻ വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, വേണമെന്ന് പറഞ്ഞാൽ വേണം. എങ്കിൽ തന്നെയും അവൻ ആ പരിശോധനയ്ക്ക് പോകുമ്പോൾ അവൻ പരിഭ്രമിക്കുകയാണ്. അവന് അസാരം എന്തുണ്ടാകുകയാണ്? ഒരു ടെൻഷൻ ഉണ്ടാകുകയാണ്. കാരണം ഇത് തന്നെയാണ് ആ പ്രാർത്ഥനയ്ക്കകത്തുള്ളത്. ഭയങ്കരമേറിയ കണക്ക് പുസ്തകങ്ങൾ തുറക്കപ്പെടുമ്പോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ഇമെയിൽ നോക്കുമ്പോൾ ഇമെയിലിൽ ഇങ്ങനെ വരും ബ്ലഡ് റിപ്പോർട്ട്, ഭയങ്കരമേറിയ കണക്ക് പുസ്തകങ്ങൾ തുറക്കും. ഇവിടെ ഓരോരുത്തർക്കും അവനവന്റെ റിപ്പോർട്ട് കാണാൻ പറ്റത്തുള്ളൂ. ഭാര്യയ്ക്ക് പോലും നമ്മുടെ റിപ്പോർട്ടൊന്നും കാണാൻ പറ്റത്തില്ല, കാരണം പേഴ്സണൽ ആയിട്ട്. അപ്പൊ എൻ്റെ ബ്ലഡ് വർക്കിന്റെ ഒക്കെ റിപ്പോർട്ട് ഭാര്യ പാസ്വേഡ് മേടിച്ചിട്ടുണ്ട്. അപ്പൊ പാസ്വേഡ് വെച്ച് അവളിങ്ങനെ ഇരുന്ന് നോക്കും. അപ്പൊ എല്ലാം കുഴപ്പം. കാരണം നമ്മൾ ഈ 3 മാസം ശരിക്കും മരുന്നും കഴിച്ചില്ല, ശരിക്കും ഭക്ഷണവും കൺട്രോൾ ചെയ്തില്ല, നമ്മളിരുന്ന് ലഡു ഒക്കെ തിന്നു. അപ്പൊ അതെല്ലാം വരും. ഇത് നമ്മൾ ഈ ഷുഗറൊക്കെ ഉണ്ട്, അപ്പൊ ഞങ്ങൾക്ക് ഇത് ലഡു, ജിലേബി ഇതൊന്നും തിന്നാൻ പറ്റത്തില്ല. പക്ഷെ ഇതൊന്നും വെളിപ്പെടാതെ പോകത്തില്ല. അത് 3 മാസം കഴിഞ്ഞ് ബ്ലഡ് നോക്കിയുമ്പോൾ അതെല്ലാം വരും. അത്രേ ഉള്ളൂ. ഇത്ര സിമ്പിളായി ഈ കാര്യമാണ് ഈ പറയുന്നത്. അപ്പൊ ഇതാണ് ഒരു ഭയങ്കരമേറിയ ദിവസമാണ്. ആ പുസ്തകമായിട്ട് വരുന്ന പിന്നെ പരീക്ഷ കടലാസുമായിട്ട് വരുന്ന ആ ഭയങ്കരമേറിയ കണക്ക് പുസ്തകം തുറക്കാൻ. അപ്പൊ ഇത് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുക. നമ്മൾ ജാതീയ ചിന്തകളാണ്. അപ്പൊ ജാതീയ ചിന്തകൾ ഏതാണ്? ഭയങ്കരമേറിയ കണക്ക് പുസ്തകം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് അവിടെ പോയത് ഇവിടെ പോയത് നിന്റെ പാപങ്ങളും കുറ്റങ്ങളും കുറവുകളും എല്ലാം ദൈവം തമ്പുരാൻ കുറിച്ച് വെച്ച് ചെറിയ വീഡിയോ ക്ലിപ്പ് ഒക്കെ വെച്ച് ഇങ്ങനെ നിന്നെ പിടിക്കാനിരിക്കുക. നോ 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 നോ. ലവ് നെവർ കീപ്സ് എനി അക്കൗണ്ട് ഓഫ് റോങ്സ്. സ്നേഹം ദോഷം കണക്കിടുന്നില്ല. ലവ് നെവർ കീപ്സ് എനി കൈൻഡ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് യുവർ റോങ് ഡൂയിങ്സ്. അപ്പൊ ലവ് നെവർ കീപ്സ് അക്കൗണ്ട് ഫോർ റോങ്സ്. സ്നേഹം ദോഷം കണക്കിടുന്നില്ല. ദൈവം സ്നേഹമാകുന്നു. അർത്ഥം ദൈവം ദോഷം കണക്കിട്ട് വെച്ചിരിക്കില്ല. ദൈവം നിന്റെ കുറ്റവും കുറവും എല്ലാം കൂടെ കുറിച്ച്. അപ്പൊ ഭയങ്കരമേറിയ കണക്ക് പുസ്തകങ്ങൾ തുറക്കപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ നിന്നെ എങ്ങനെയാണ് ഷേപ്പ് ചെയ്തത്? How was your dieting? How was your exercising? How was your sleep? How was your stress management? ഇതെല്ലാം ഇവാലുവേറ്റ് ചെയ്യപ്പെടും. ഈ ഭൂമിയിൽ നിങ്ങൾ ജനിച്ചു. ഈ ഭൂമിയിലെ ജനനത്തിൽ നിങ്ങൾക്ക് നിങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് നിശ്ചയിക്കാൻ അവസരം കിട്ടിയില്ല. യു ഹാഡ് നോ സേ ഇൻ ഇറ്റ്. നിങ്ങൾ അങ്ങ് ജനിച്ചു. ഞാൻ പലപ്പോഴും പറയും, ഈ മൂക്ക് അത്ര ശരിയല്ല, ഈ ചെവി അത്ര ശരിയല്ല. നമുക്ക് പല കംപ്ലൈൻസും ഉണ്ട്. നമുക്ക് ഒരു അഭിപ്രായത്തിനുള്ള അവസരമില്ല. പക്ഷേ കമ്മിങ് വേൾഡിൽ നിങ്ങൾ എങ്ങനെയായിരിക്കണം എന്ന് നിങ്ങളെ തന്നെ ഷേപ്പ് ചെയ്യാനുള്ള അവസരമാണ്. നമ്മുടെ അകത്തൊരു മനുഷ്യനുണ്ട്, നമ്മുടെ പുറത്തൊരു മനുഷ്യനുണ്ട്. പുറത്തെ മനുഷ്യനാണ് ഈ കാണുന്ന ഈ ശരീരം. അകത്തെ ഒരു മനുഷ്യനുണ്ട്. അകത്തെ മനുഷ്യനാണ് ദൈവസന്നിധിയിൽ വിലയേറിയ മനുഷ്യൻ. മനസ്സിലായോ? അതിനെയാണ് ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ എന്ന് പറയുന്നത്. എന്തോ മനുഷ്യനാ? ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ. 1 Peter chapter 3 verse 4 ആണ്. 1 പത്രോസ് 3:4. സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ്
എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. There is an inner man, outer man and inner man. അപ്പൊ ഈ ഇന്നർ മാൻ ആണ് ദൈവസന്നിധിയിൽ വിലയുള്ളത്. അപ്പൊ കമ്മിങ് വേൾഡിൽ വെളിപ്പെടുന്ന ഈ ഇന്നർ മാൻ ആണ്. അപ്പൊ ഇന്നർ മാനെ നിനക്ക് എങ്ങനെ വേണേലും ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഷേപ്പ് ചെയ്യാൻ പറ്റും. അതിനാണ് ഈ ജീവിതം തന്നിരിക്കുന്നത്. ഈ ജീവിതത്തിന്റെ പർപ്പസ് അതാണ്. അപ്പോ ഈ ഇന്നർമാൻ എന്തൊക്കെ കാര്യമുണ്ട്? ഇന്നർമാന് വെൽത്ത് ഉണ്ട്, ഇന്നർമാന് സ്ട്രെങ്ത്, കരുത്തുണ്ട്, കരുത്ത്. ഇന്നർമാന് സൗന്ദര്യമുണ്ട്. 3 കാര്യം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. യേശു കർത്താവ് പറയുന്നുണ്ട്, കള്ളന്മാർ കൊണ്ടുപോവുകയും പുഴുവരിക്കുകയും തുരുമ്പ് പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപങ്ങൾ സ്വരൂപിക്കാതെ കള്ളം കൊണ്ടുപോകാത്ത സ്വർഗത്തിൽ, തുരുമ്പ് പിടിക്കാത്ത സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വരൂപിക്കണം എന്ന് പറഞ്ഞാൽ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങൾ വെൽത്തി ആയിരിക്കണം, സമ്പന്നനായിരിക്കണം. ഇനി അടുത്തത് പൗലോസ് പറയാം, നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. അപ്പൊ അകത്തെ മനുഷ്യന് ശക്തി ഉണ്ടായിരിക്കണം, ആരോഗ്യം. ഇപ്പൊ പത്രോസ് ഇവിടെ പറയാണ് അകത്തെ മനുഷ്യന് സൗന്ദര്യം ഉണ്ടായിരിക്കണം. അപ്പൊ യേശുക്രിസ്തു പറഞ്ഞു അകത്തെ മനുഷ്യന് സമ്പത്ത് ഉണ്ടായിരിക്കണം. പൗലോസ് പറഞ്ഞു അകത്തെ മനുഷ്യന് നല്ല ആരോഗ്യം ഉണ്ടായിരിക്കണം. പത്രോസ് പറഞ്ഞു അകത്തെ മനുഷ്യന് നല്ല സൗന്ദര്യം ഉണ്ടായിരിക്കണം. ഇനി നിങ്ങളുടെ അകത്തെ മനുഷ്യൻ സൗന്ദര്യമുള്ളവനാണോ? ശക്തിയുള്ളവനാണോ? ആരോഗ്യമുള്ളവനാണോ? സമ്പത്തുള്ളവനാണോ? How rich is your inner man? How strong is your inner man? How handsome is your inner man? അപ്പൊ നിന്റെ അകത്തെ മനുഷ്യന് എത്ര സൗന്ദര്യമുണ്ട്, നിന്റെ അകത്തെ മനുഷ്യന് എത്ര ശക്തിയുണ്ട്, നിന്റെ അകത്തെ മനുഷ്യന് എത്ര സമ്പത്തുണ്ട്. ഇതാണ് വിഷയം. ഇതാണ് സ്പിരിച്വൽ ലൈഫ്. ഇതാണ് ഈ ഭയങ്കരമേറിയ കണക്ക് പുസ്തകം വായിക്കപ്പെടുന്നു. അപ്പൊ അവിടെ ചെല്ലുമ്പോ കണക്ക് പുസ്തകം തുറക്കപ്പെടും. നെഞ്ചളവ് 56, സൗന്ദര്യം, മൂക്ക് ഓഞ്ഞത്, ചെവി ഞാരണ്ടിരിക്കുന്ന 2 എണ്ണം, ഓരോന്ന് ഭിത്തി. സൗന്ദര്യം എന്തുമാത്രമാണ്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, പുറമേയുള്ള അലങ്കാരമല്ല, അകത്തെ അലങ്കാരം. അതുകൊണ്ടാണ് വിനയം, മാനം, പതിഭക്തി, എൻ പ്രിയ തന്നൂടെ മൂടുപടം. ഈ അകത്തെ മനുഷ്യനെ സംബന്ധിച്ചാണ് ഈ പറയുന്നത്. അപ്പൊ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ഉള്ള ഒരു ഇവാലുവേഷൻ, ആ ഇവാലുവേഷൻ നടന്നതിന്റെ റിസൾട്ട് വായിക്കപ്പെടുമ്പോൾ അത് ഭയങ്കരമേറിയ ഒരു കണക്ക് പുസ്തകം തുറക്കപ്പെടുകയാണ്. കർത്താവേ, നിന്റെ അന്ത്യമായ ന്യായവിസ്താരത്തിൽ മുഖപക്ഷമില്ലാത്തതിനെ ഓർത്ത് കുറ്റക്കാരായ ഞങ്ങൾ ഏറ്റവും ദുഃഖിക്കുന്നു. ഭയങ്കരമേറിയ കണക്ക് പുസ്തകങ്ങൾ തുറക്കപ്പെട്ട് ഞങ്ങളുടെ കുറ്റങ്ങൾ വായിക്കപ്പെടുന്ന സമയത്ത് നിന്റെ കൃപ പ്രബലപ്പെട്ട് നിന്റെ നീതിയാൽ ഞങ്ങളെ സഹായിക്കണമേ. കുറ്റക്കാരായ ഞങ്ങൾക്ക് മോചനം ലഭിക്കുകയും ചെയ്യുമാറാകണമേ. കർത്താവേ, ഞങ്ങൾ പാപം ചെയ്തു പോയി എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. ദയവോടെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമ്മുടെ ഷോർട്ട് കമ്മിങ്സ്, ട്രാൻസ്ഗ്രഷൻസ്, സിൻസ് അഡ്മിറ്റ് ചെയ്യാണ്. ഞങ്ങൾ പലവട്ടം പരാജയപ്പെട്ടു, കുറവുകളുണ്ട്, കുറ്റങ്ങളുണ്ട്. പക്ഷേ കണക്ക് പുസ്തകം തുറക്കപ്പെടും. ആ കണക്ക് പുസ്തകം തുറക്കപ്പെടുമ്പോൾ നമ്മൾ എത്ര സൗന്ദര്യമുള്ളവരാണെന്നും എത്ര കരുത്തുള്ളവരായിട്ടാണെന്നും എത്ര സമ്പത്തുള്ളവരായിട്ടാണ് നിത്യതയിൽ വെളിപ്പെടുന്നതെന്നും വെളിവാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് നിശ്ചയമായിട്ടും
ഈ ഓണപ്പരീക്ഷ കഴിഞ്ഞ് ചെല്ലുന്ന പിള്ളേർക്ക് സംഭ്രമം ഉണ്ടാകുന്നത് പോലെ, അല്ലെങ്കിൽ ഈ ബ്ലഡ് വർക്കിന്റെ റിസൾട്ടിന് പോകുന്ന അച്ചായനും അമ്മച്ചിക്കും പരിഭ്രമം ഉണ്ടാകുന്ന പോലെ ഒരു പരിഭ്രമം. അതാണ് ആ പ്രാർത്ഥനയിൽ പറഞ്ഞിരിക്കുന്നത്. അതാണ് അതിന്റെ അർത്ഥം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനകളുണ്ടോ? ഇവിടെ ഈ പ്രാർത്ഥന നമുക്കിവിടെ ഉദ്ധരിച്ച് ജീസ് ജോർജ് ആണ്. താങ്ക് യു ജീസ് ജോർജ്. ആ പ്രാർത്ഥന ഇട്ട ഇനി പ്രാർത്ഥനകളൊന്നും ആരും കൊണ്ടുവന്നിട്ടില്ല എന്ന് തോന്നുന്നു. ദരിദ്രനാണെന്ന് വിനു ജോസഫ് പറയുന്നുണ്ട്. വിന്നി പി ജോൺ എഴുതിയിരിക്കുന്നത്, ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് ഫ്ലൈറ്റിൽ വരുവാൻ സെക്യൂരിറ്റി ചെക്കിന്റെ സമയത്ത് ഒരു ഭയമാണ്. നല്ലൊരു അന്ത്യത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. അപ്പോൾ ഇനി പ്രാർത്ഥനകള് അങ്ങനെ ആളുകൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഓക്കെ, നമ്മൾ ഈ വർഷം ഈ നരകം എല്ലാം ഫിനിഷ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഈ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എവിടെയെങ്കിലും പ്രാർത്ഥനയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 33-ാമത്തെ വാക്യം, ചെമ്മരിയാടുകളെ തന്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. ഈ ചെമ്മരിയാടുകൾക്കും കോലാടുകൾക്കും വിനു ജോസഫാണ് കമന്റിൽ ആ സംശയം ചോദിച്ചിരിക്കുന്നത്. ചെമ്മരിയാടുകൾക്കും കോലാടുകൾക്കും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം നിങ്ങൾ നോക്കിയാൽ ഈ കോലാടൊക്കെ ഈ പാറപ്പുറത്തൂടെ ഇങ്ങനെ കയറി കയറി പോകുന്ന കാണാം. ചെമ്മരിയാട് പുൽപ്പുറത്തൂടെ പറ്റം പറ്റമായിട്ട് മേയുന്നത് കാണാം. എപ്പോഴും ഒരു കൂട്ടത്തിന്റെ ഭാഗമായിരിക്കും ചെമ്മരിയാട്. ആട്ടിൻകൂട്ടമാണ്. അജഗണം. മറ്റേത് അനിഷ്ടക്കാരനാണ്, സ്വേച്ഛന്മാരാണ്, സ്വാർത്ഥത അന്വേഷിക്കുന്നവരാണ്, കൂട്ടം തെറ്റി നടക്കുന്നവരാണ്, ഒറ്റയാന്മാരാണ്, ഒറ്റയ്ക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ഐക്യപ്പെടാത്തവരാണ്. അപ്പൊ സ്നേഹത്തിന്റെ, ഐക്യത്തിന്റെ, സമാധാനത്തിന്റെ ഒക്കെ ഒരു സിമ്പലാണ് ചെമ്മരിയാടുകൾ. മറ്റേന്ന് പറഞ്ഞാൽ ഭിന്നതയാണ്, വിഘടിച്ചു പോവുക, ഭിന്നിച്ചു പോവുക, തന്നിഷ്ടത്തിന് പോവുക. അതാണ് ചെമ്മരിയാടുകളും കോലാടുകളും തമ്മിൽ വേർതിരിക്കപ്പെടുന്നത്. ദാറ്റ്സ് ഇറ്റ്. ആ സ്നേഹത്തിലുള്ള എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് വരുന്നവർ. ഇപ്പം ഈ ചെമ്മരിയാടുകൾക്ക് അങ്ങനെ ഐഡന്റിറ്റി ഒന്നും കീപ്പ് ചെയ്യണമെന്നില്ല. അവർ ആ ആട്ടിൻ പറ്റത്തിൽ ഒന്നായിട്ട് പോവാണ്. താഴ്മയുള്ളവരായി, സമാധാനമുള്ളവരായി, ഐക്യമുള്ളവരായി, സഹിഷ്ണുതയുള്ളവരായി. അപ്പൊ അങ്ങനെ പരിശുദ്ധ ആത്മാവ് നൽകുന്ന ഫലങ്ങൾ, ആ ഫലങ്ങളിൽ നിറയുന്നവർ, അതാണ് ചെമ്മരിയാടും കോലാടും. എന്ന് പറഞ്ഞാൽ ഈ കോലാടിനോട് പറയുന്നത് എന്താണ്? കോലാടിനോട് പറയുന്നത്, നിങ്ങൾ തീയിലേക്ക് പോവുക, നിത്യ അഗ്നിയിലേക്ക് പോവുക. എന്തിനാണ് ഈ അഗ്നിയിലേക്ക് പോകുന്നത്? വിശുദ്ധീകരിക്കപ്പെടാനാണ്. അഗ്നിയിലേക്ക് പോകുന്നത് ഒരിക്കലും നശിച്ചു പോകാനല്ല. നിത്യാഗ്നിയിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ നിത്യവും അവിടെ അഗ്നി കത്തിക്കൊണ്ടിരിക്കുന്നതല്ല, പെർഫെക്റ്റ്. ആ അഗ്നിയുടെ പർപ്പസിനെ ഫുൾഫില്ല് ചെയ്യുന്നതിനെയാണ് നിത്യാഗ്നി എന്ന് പറയുന്നത്. ഈ തീ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു തീയാണെങ്കിൽ നമ്മളെ പൊള്ളിക്കുകയാണ്. അതല്ല. അനുസരണം പഠിച്ച് തികഞ്ഞവനായി, ഇല്ലേ? നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. പുത്രനെ കുറിച്ച് പറയാണ്,
പുത്രൻ അനുസരണം പഠിച്ച് തികഞ്ഞവനായി. അപ്പൊ ആ ദൈവ സ്നേഹത്തെ പഠിച്ച് തികഞ്ഞവരാകുക, പെർഫെക്റ്റഡ് വൺസ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം പ്രസ്താവിക്കുന്നു. തികഞ്ഞവർക്ക് മാത്രമേ ഈ വെളിപ്പാട് മനസ്സിലാകത്തുള്ളൂ. അനുസരണം പഠിച്ച് തികയുക. ക്രിസ്തു അനുസരണം പഠിച്ചവനായിരുന്നു. അപ്പൊ അതുപോലെ ദൈവസ്നേഹത്തിൽ പൂരിതരാകാൻ വിസമ്മതിക്കുന്നവരുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് മാനസാന്തരമാണ്. മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്. ഇപ്പൊ നമുക്കറിയാം, മോശയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. ദൈവത്തെ എങ്ങനെ കാണണം? ക്രിസ്തു പിതാവിനെ നമുക്ക് കാണിച്ചു തന്നു. അപ്പൊ ഫിലിപ്പോസ് എന്ന് പറഞ്ഞ്, പിതാവിനെ ഞങ്ങൾക്കൊന്ന് കാണണം, അത് മതി, കാണിച്ചു തരണം. അപ്പൊ ഫിലിപ്പോസിനോട് ഇത്ര നാൾ ഞാൻ നിങ്ങളുടെ കൂടെ ഇരുന്നിട്ട് മനസ്സിലായില്ലേ, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് പിതാവിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നത്? ഹൗ വിൽ ഹി റെസ്പോണ്ട്? പിതാവ് എങ്ങനെ പ്രതികരിക്കും എന്ന് നിങ്ങൾക്ക് അറിയണോ? ഞാൻ എങ്ങനെ പ്രതികരിക്കും നോക്ക്. പിതാവിന് എത്ര സ്നേഹം ഉണ്ടെന്നാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. ക്രൂശിലേക്ക് നോക്കുക, പുത്രൻ എത്ര സ്നേഹം കാണിക്കുന്നു, അത്രയും സ്നേഹമാണ് പിതാവിന്. പുത്രനിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സ്നേഹമോ പ്രതികരണമോ ഒന്നും പിതാവിനില്ല. അതാണ് എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് ഫിലിപ്പോസിനോട് പറഞ്ഞത്. അല്ലാതെ ഒരാളെ ഉണ്ടെന്നുള്ളതല്ല, പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും ഉണ്ട്. അത് ഈ ഏകതാവാദക്കാർ പറയുന്ന വാക്യമാണ്. അവരതിനെ മിസ്കോട്ട് ചെയ്യുകയാണ്. യേശുക്രിസ്തുവിനെ കാണുമ്പോൾ നാം പിതാവിനെയാണ് കാണുന്നത്. യേശു കുരിശിൽ കാണിച്ചു തന്നത് പിതാവ് ഈ ഭൂമിയെ എത്രത്തോളം സ്നേഹിക്കുന്നു. മനസ്സിലായോ? അപ്പോ തന്നെ ക്രൂശിച്ചവരോട് ക്ഷമിച്ച ഈ ദൈവം സെക്കൻഡ് ഷോ കാണാൻ പോയതിനും, വീട്ടിൽ പറയാതെ സെക്കൻഡ് ഷോ കാണാൻ പോയതിനും, സൈക്കിളെ ഡബിൾ കയറിയതിനും ഒക്കെ നിന്നെ പിടിച്ച് നരകത്തിലുണ്ടെന്നാണ് ഉപദേശമായിട്ട് പ്രസംഗിക്കുന്നത്. ഇതാണ് നമ്മൾ വിശ്വസിച്ചത്. അപ്പൊ ദൈവത്തിന്റെ സ്നേഹം എന്താണെന്ന് കൃത്യമായ അളവിൽ, കൃത്യമായ രീതിയിൽ യേശുക്രിസ്തുവിന്റെ കണ്ണുകളിലൂടെ മനസ്സിലാക്കുക, മോശയുടെ കണ്ണിലൂടെയല്ല. അപ്പൊ അതിനുള്ള ഇതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ സ്നേഹത്തെ അറിയുന്നവര് എന്ത് ചെയ്യാണ്? അവര് അകത്തേക്ക് പ്രവേശിക്കുകയാണ്. അല്ലാത്തവർക്ക് പ്രവേശിക്കാൻ പറ്റത്തില്ല. അല്ലാത്തവർക്ക് പ്രവേശിക്കാൻ പറ്റാത്തത് കർത്താവിന്റെ കുറ്റമല്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ദൂർത്തനായ പുത്രൻ മടങ്ങി വന്നപ്പോ വലിയ വിരുന്നൊരുക്കി. ആ വീടിനകത്ത് വലിയ സദ്യയായി, ആഹ്ലാദമായി, നൃത്തവും ഗാനവും ഉണ്ട്. പക്ഷെ ആ വീടിനകത്തേക്ക് കടക്കുവാൻ മനസ്സില്ലാതെ മൂത്ത പുത്രൻ മുറ്റത്ത് നിൽക്കുകയാണ്. മൂത്ത പുത്രനോട് വീട്ടിൽ കയറരുതെന്ന് പിതാവ് പറഞ്ഞോ? പിതാവ് പറഞ്ഞില്ല. കാരണം ഇളയ പുത്രനോട് ഐക്യപ്പെടാൻ മൂത്ത പുത്രന് കഴിയുന്നില്ല. ഈ രണ്ട് ചിത്രങ്ങൾ, ഇത് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നമ്മൾ കാണുന്ന രണ്ട് സ്ട്രീമാണ്. ഉൽപ്പത്തിയിൽ നമ്മൾ ഇവരെ കാണുന്നത് കായീനും ഹാബേലും എന്ന നിലയ്ക്ക് കാണുന്നു. അത് ഈ സഹോദരങ്ങൾ, നമ്മൾ പല സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റും ഈ വ്യത്യാസം. ഇപ്പൊ ഇവിടെ നമ്മൾ യേശു കർത്താവ് പറഞ്ഞ ഉപമയിൽ കാണുക, മൂത്ത പുത്രനായിട്ടും ഇളയ പുത്രനായിട്ടും ഐക്യപ്പെടാൻ പറ്റുന്നില്ല. ഈ ഐശ്വര്യം പങ്കുവെക്കാൻ മൂത്തവന് സമ്മതമല്ല. ഇളയവൻ അതിനകത്ത് ഓൾറെഡി പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പൊ അവിടേക്ക് കയറി അവനോട് കൂടെ ചേർന്ന് സന്തോഷിക്കാൻ മൂത്ത പുത്രനെ അവന്റെ ഈഗോ സമ്മതിക്കുന്നില്ല. ഇതാണ് പ്രശ്നം. കാരണം അവൻ കോലാടാണ്. സ്വന്തമായിട്ട് സ്പിരിച്വൽ സ്റ്റാൻഡേർഡ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ചില ഉപദേശമൊക്കെ ഉണ്ടാക്കി, അവന് ഭയങ്കരനാണ്, വിശുദ്ധിയൊക്കെ തികച്ചു നിൽക്കുന്ന, അതായി കോലാടെന്ന് പറയുന്നത്. ഒരു തലയെടുപ്പോടുകൂടെ വിശുദ്ധിയൊക്കെ തികച്ചു നിൽക്കുക, എവിടെ എങ്ങും കൊള്ളിക്കാൻ പറ്റുന്നില്ല.
നമ്മൾ ഈ മതിലെ വെച്ച് പണിയണമെങ്കിൽ ഈ മുഴച്ചു നിൽക്കുന്നതൊക്കെ എന്ത് ചെയ്യണം? തട്ടിക്കളയണം. ചെമ്മരിയാട് എന്ന് പറഞ്ഞാൽ വളരെ ക്ലീൻ ആയിട്ട് ഒറ്റ ലൈനായിട്ട് ഒറ്റ ഫ്ലോക്കായിട്ട് നിൽക്കുകയാണ്. ഒരു ബ്ലോക്കായിട്ട് അവരെ കയറ്റി വെക്കാം. പക്ഷെ ഇതിങ്ങനെ പറ്റത്തില്ല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നിൽക്കുകയാണ്, ഇടംപിരി. അപ്പൊ അവര് ഈ അനുസരണത്തിന് വിധേയപ്പെടുന്ന ആ പ്രോസസ്സിനെയാണ് തീ എന്ന് പറയുന്നത്. അവരൊരിക്കലും തള്ളപ്പെടുകയല്ല, അവര് അകത്തേക്ക് വരികയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ അവരെ തള്ളിക്കളയുകയല്ല, അവരും ഇവിടേക്ക് യോജിക്കുകയാണ്. അപ്പൊ ഇടത്തു നിന്ന് വലത്തേക്കുള്ള ആ മാറ്റം, ചോദ്യം ചോദിച്ചത് ബിനു ജോസഫാണ്. ബിനു ജോസഫ് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, ഈ ഇടത്തു നിന്ന് വലതുവശത്തേക്കുള്ള ഒരു യാത്രയാണ് ഈ നിത്യാഗ്നി. അപ്പൊ ഇടത്തു നിന്ന് വലത്തേട്ട് മാറണമെങ്കിൽ ഈ തീയിലൂടെ സഞ്ചരിക്കുകയാണ്. അതിനെയാണ് നമ്മൾ കാത്താർസിസ് എന്ന് പറയുന്നത്. ആ കാത്താർസിസിലൂടെ വരിക, നമ്മൾ ഈ ഫ്ലോക്കിന്റെ ഭാഗമാകും. ഒരിടയനും ഒരു തൊഴുത്തുമാകും. ആ ഒരിടയന്റെ കീഴിലെ തൊഴുത്തിലെ ആ ആട്ടിൻ പറ്റത്തിലെ അംഗമായി മാറും. അല്ലാതെ അത് നമ്മളെ നശിപ്പിച്ചു കളയുകയോ തീർത്ത് കളയുകയോ ചെയ്യല്ല. ഓക്കെ. ഇനി എന്താണ്? ഇനി ഏതെങ്കിലും പ്രാർത്ഥനയുണ്ടോ നമുക്ക്? പ്രാർത്ഥനയല്ലായിരുന്നു കേട്ടോ, അതൊരു ബൈബിൾ വാക്യമാണ് ചോദിച്ചത്. നമ്മൾ പ്രാർത്ഥനയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ അത് ചോദിച്ചപ്പോൾ നമ്മൾ അത് പറഞ്ഞു തന്നേ ഉള്ളൂ. ചോദ്യങ്ങൾ ചോദിക്കാം. ഇവിടെ ഈ കമന്റിൽ ചോദിക്കുന്നതിന് ഉത്തരം പറയുന്ന സെഷനാണിത്. വില്യം മാത്യു ചോദിച്ചോളൂ. എബി ഫിലിപ്പ്, ആത്മീയതയുടെ പല തലങ്ങളിൽ കൂടെ കടന്നു വേണം ഒരു വ്യക്തി നരകമില്ല എന്ന് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അപകടമാണ്. ശരിയാണ്. ഈ പരീക്ഷയൊക്കെ എഴുതുന്ന സ്കൂളിലൊക്കെ പഠിക്കുന്ന പിള്ളേര് ഈ പരീക്ഷയ്ക്ക് തോറ്റാൽ വലിയ കുഴപ്പമാണ്, പ്രശ്നമാണ്. അവസാനം പഠിത്തം എല്ലാം കഴിയുമ്പോൾ മനസ്സിലായി തോറ്റാലും കുഴപ്പമൊന്നുമില്ലെന്ന് മനസ്സിലായി, അല്ലേ? ജയിച്ചാൽ പ്രയോജനമുണ്ട്, ജയിച്ചിട്ട് പ്രയോജനം ഇല്ലാത്തവരുമുണ്ട്. ചോദ്യങ്ങൾ കണ്ടില്ല. വിശുദ്ധ കുർബാനയിൽ നിന്ന് ഒരു പ്രാർത്ഥന ഒരാൾ ഇട്ടിട്ടുണ്ട്, നോക്കട്ടെ. വചനമായ കർത്താവേ, നിന്റെ അത്ഭുത പ്രവൃത്തികളുടെ മാഹാത്മ്യത്തെ വർണ്ണിക്കുവാൻ ആർക്ക് കഴിയും? ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ രക്ഷാകര പ്രവർത്തനങ്ങളെ വന്ദിക്കുവാനും ബഹുമാനിക്കുവാനും കഴിവുള്ളവനും ആകയാൽ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. സംഭ്രമജനകവും ഭയങ്കരവുമായ സിംഹാസനത്തിൽ നീ ഉപവിഷ്ടനാകുന്ന സമയത്ത് തിരുമുഖം ഞങ്ങളിൽ നിന്ന് തിരിച്ചു കളയരുതേ. കോപത്തോടെ ഞങ്ങളെ നോക്കി ഞാൻ നിങ്ങളെ അറിയുകയില്ല എന്ന് പറയരുതേ. പിന്നെയോ കാരുണ്യവാനായ കർത്താവേ,
ദയാദൃഷ്ടിയോടെ ഞങ്ങളെ വീക്ഷിച്ച് ഇടതുഭാഗത്ത് നിന്ന് വലതുഭാഗത്തേക്ക് ഞങ്ങളെ മാറ്റുവാൻ കൽപ്പിക്കണമേ. നിന്റെ ദിവ്യ ദർശനത്താൽ ആനന്ദം അനുഭവിക്കണമേ. ഇത് പിന്നെ വിശുദ്ധ കുർബാനയുടെ പ്രാർത്ഥനയാണ്. അപ്പൊ ഇടതുഭാഗത്തു നിന്ന് വലത്തുഭാഗത്തോട്ട് മാറാൻ ഞങ്ങളോട് കൽപ്പിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ. അപ്പൊ ഇതാണ്, ഇടതുഭാഗത്താണ് നിൽക്കുന്നതെങ്കിൽ മത്സരികളാണ്, റിബല്യസ് പീപ്പിളാണ്, വഴങ്ങാത്തവരാണ്, ഉഗ്രന്മാർ, ധിക്കാരികൾ എന്നൊക്കെ പൗലോസ് വിശേഷിപ്പിച്ചിട്ടുണ്ട് അവരെ. അപ്പൊ നിങ്ങൾ ഇടതുവശത്താണെങ്കിൽ വലതുവശത്തേക്ക് മാറുക. ഇടത്തിൽ നിന്ന് വലതുവശത്തോട്ട് മാറുമ്പം ഒരു തീക്കകത്തൂടെ പോകുന്ന ഒരു അനുഭവമാണ്. കാരണം നമുക്കുള്ളതിനെ പലതിനെയും നാം ദഹിപ്പിച്ചില്ലാതെ ആക്കേണ്ടി വരും. യേശു കർത്താവ് സ്വർഗത്തിൽ നിന്ന് താഴേക്ക് വന്നില്ല, അതുപോലെ നമ്മളൊക്കെ ഓരോ സിംഹാസനങ്ങളിലാണ് ഇരിക്കുന്നത്. യേശു കർത്താവ് സ്വർഗസിംഹാസനത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് ചായ്ച്ചിട്ട സ്കീപ്പായി തിരുവിഷ്ടത്താൽ ഉപവിഷ്ടനായപ്പോൾ, അതുപോലെ നമ്മൾ നമ്മുടെ ഈഗോകളുടെ സിംഹാസനത്തിലാണ് ഇരിക്കുന്നത്. ഇപ്പൊ എന്നെ കേട്ടോണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ സിംഹാസനമുണ്ട്. ആ സിംഹാസനം വിട്ടിട്ട് താഴേക്ക് ഇറങ്ങണം. അതാണ് അതിന്റെ സാരാംശം. വില്യം മാത്യു ചോദ്യമായിട്ട് വന്നത് നോക്കട്ടെ. നിന്റെ കരുണാസമുദ്രത്തിങ്കൽ ഞങ്ങളുടെ പാപം അസംഖ്യമെങ്കിലും അത് ചെളിയുടെ ഒരു തുള്ളി പോലെ മാത്രം ഇരിക്കുന്നു. മഹാസമുദ്രത്തെ ഒരു തുള്ളി ചെളിക്ക് കലക്കുവാൻ കഴിയുന്നല്ലോ. ജീസ് ജോർജ് ഒരു പ്രയർ ആണ് ഇട്ടിരിക്കുന്നത്. ഇസ്രായേൽ മുഴുവനും നിന്റെ രണ്ടാം വരവ് പിന്നെ വില്യം മാത്യുവിന്റെ ചോദ്യം കണ്ടു. ഭൂതബാധിതരായ ആളുകൾ സുഖപ്പെടുന്നതാണ്. ഈ പ്രകൃതിയിലുള്ള എല്ലാം തന്നെ പരസ്പരം കണക്റ്റഡ് ആണ്. അത് നമ്മുടെ ഒരു ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും പോലെയാണ്. അപ്പോൾ ഈ പിന്നെ ഒരു സംഗതി പോലും ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്നില്ല ഈ പ്രകൃതിയിൽ. എവറിത്തിങ് ഈസ് കണക്റ്റഡ്. അപ്പൊ കണക്റ്റഡ് ഈച്ച് അതർ ആണെല്ലാം, എല്ലാം തമ്മിൽ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് പല ലക്ഷണങ്ങളും കണ്ട് പലതും മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു മാനിഫെസ്റ്റേഷനാണ് യേശു കർത്താവിന്റെ ആ കർത്തൃത്വത്തിന്റെ ഒരു മാനിഫെസ്റ്റേഷനാണ് നമ്മൾ അവിടെ ആ അത്ഭുതത്തിൽ കാണുന്നത്. അത്രയുള്ള അവിടെ സംഭവിക്കുന്നു. അന്ന് നമുക്ക് നമ്മൾ വെക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് ആണ് നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ പ്രവർത്തിക്കുന്നത്, നമ്മൾ കാര്യങ്ങളെ ഗ്രഹിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു വന്നിട്ട് അന്ന് യഹൂദന്മാരോടാണ് സംസാരിച്ചത്. അവരെന്തെല്ലാം ഗ്രഹിച്ചു വെച്ചിരിക്കുന്നോ, അവരെന്തെല്ലാം പഠിച്ചു വെച്ചിരിക്കുന്നോ, ആ പശ്ചാത്തലത്തിൽ നിന്ന് തന്നെയാണ് യേശു മുഴുവൻ കാര്യങ്ങളും അവരെ പഠിപ്പിച്ചത്. അവരുടേതായ ഒരു പഠനത്തെയോ ഒന്നും കർത്താവ് തിരുത്താൻ ശ്രമിക്കുന്നില്ല. എന്നാൽ അതിന് പുതിയ അർത്ഥതലങ്ങൾ കൊടുക്കുകയാണ്, പുതിയ രീതി കാണാൻ പഠിപ്പിക്കുകയാണ്. യേശു കർത്താവ് പറയുന്നുണ്ട്, മോശ ഇന്ന പോലെ നിങ്ങളോട് പറഞ്ഞു, എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നു. അപ്പൊ അതിൻ്റെ ഒരു ബെറ്റർ വ്യാഖ്യാനം കൊടുക്കുകയാണ്, നല്ല വ്യാഖ്യാനം കൊടുക്കുകയാണ്. കർത്താവ് പറയുന്നത്, മോഹത്തോടെ സ്ത്രീയെ നോക്കുന്നവൻ വ്യഭിചാരം ചെയ്തു കഴിയും. അപ്പം മോശയുടെ നിയമം അനുസരിച്ച് എന്താണ്? വ്യഭിചാരം ചെയ്തവരും വ്യഭിചാരം ചെയ്യാത്തവരും എന്ന ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടാക്കുകയാണ്. അപ്പൊ അങ്ങനെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവരെയൊക്കെ കൊണ്ടുവരിക, വിചാരണ ചെയ്യുക, ശിക്ഷിക്കുക. കർത്താവ് പറയാണ്, മോശ അങ്ങനെയാ പറഞ്ഞു, പക്ഷെ ഞാൻ പറയുമ്പോ അങ്ങനെയല്ല. അപ്പൊ ആ വിശദീകരണമാണ് റോമാലേഖനം എഴുതുമ്പോൾ പൗലോസ് എഴുതുന്നത്. മോഹിക്കരുതെന്ന് ന്യായപ്രമാണം പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും പാപത്തെ അറിയുകയില്ലായിരുന്നു, കാരണം ഞാൻ പാസ്സായി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനൊരു കൽപ്പന കണ്ടത്, മോഹിക്കരുത്. അപ്പൊ അതിൽ പരാജയപ്പെടുക. അപ്പൊ യേശു കർത്താവ് പഠിപ്പിച്ചു, അതുമായിട്ട് വെച്ചിട്ടാണ് പൗലോസ് പറയുന്നത്, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നിരിക്കുന്നു.
എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ കൊള്ളരാത്തവരായി തീർന്നിരിക്കുന്നു. അതാണ് നമ്മൾ ആ മനുഷ്യന്റെ സൗഖ്യത്തിലും കാണുന്നത്. ആ മനുഷ്യൻ സൗഖ്യം പ്രാപിക്കാൻ സമയമാകുമ്പോൾ ഇപ്പൊ യേശു കർത്താവ് ചോദിക്കുന്നുണ്ട്, സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? ഇതെന്താ പ്രശ്നം? സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? ഇപ്പൊ നമ്മൾ വലിയ നോയമ്പിലൊക്കെ വലിയ പ്രാധാന്യത്തിൽ വായിക്കുന്ന ഒരു ഇതാണ് കൂനിയായ സ്ത്രീയെ സുഖപ്പെടുത്തുന്നത്. 18 വർഷമായിട്ട് അവൾ കൂനിയാണ്. അബ്രഹാമിന്റെ മകൾ, ദൈവാലയത്തിന്റെ അകം, ഇതൊക്കെയാണ് ആ പിക്ചർ. അപ്പൊ ദൈവാലയത്തിൽ വന്ന് നിൽക്കുന്ന ആ സ്ത്രീ കൂനിയാണ്. കൂനിയായ ആ സ്ത്രീയെ കർത്താവ് എന്ത് ചെയ്യാണ്? സുഖപ്പെടുത്തുക. അപ്പൊ അവൾ നിവർന്നു. അപ്പൊ യേശു പറയാണ്, സാത്താൻ 18 വർഷമായി ബന്ധിച്ചിരുന്ന ഇവളെ ഞാൻ അഴിച്ചുവിടുക. സാത്താൻ എന്താണ് ഇവളെ 18 വർഷമായിട്ട് ബന്ധിച്ചത്? സാത്താൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സാത്താൻ എന്ന് പറഞ്ഞാൽ എനിമി എന്നാണ് അർത്ഥം. എനിമി, ശത്രു. ആർക്കാണ് ദൈവത്തോട് ശത്രുതയുള്ളത്? ദൈവത്തിന്റെ ശത്രു നമ്മുടെ മനസ്സാണ്. അപ്പൊ ദൈവത്തിന്റെ ശത്രു എന്ന് പറഞ്ഞാൽ ആരാണ്? ദൈവത്തിന്റെ ശത്രു എന്ന് പറഞ്ഞാൽ മനുഷ്യരാണ്. അല്ലെങ്കിൽ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. നമ്മൾ ഓരോരുത്തരുമാണ് ദൈവത്തിന്റെ ശത്രുക്കൾ. നമ്മൾ ശത്രുക്കളായിരുന്നു. നിങ്ങൾ റോമാലേഖനം എടുക്കണം. റോമാലേഖനം എടുത്തിട്ട് 5-ാം അധ്യായം 10-ാം വാക്യം. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രത്താൽ നിരപ്പ് വന്നു. അപ്പൊ വി വെയർ എനിമീസ്. അപ്പൊ ഈ എനിമീസ് എന്നുള്ളതിന്റെ കൃത്യമായ വാക്കാണ് സാത്താൻ എന്ന് പറയുന്നത്. ആരാണ് സാത്താൻ? Each and every unrenewed mind is a Satan. പുതുക്കപ്പെടാത്ത ഓരോ മനസ്സും സാത്താനാണ്. അതുകൊണ്ടാണ് 12-ാം അധ്യായത്തിൽ വരുമ്പോൾ, അതേ ലേഖനം 12-ാം അധ്യായത്തിൽ വരുമ്പോൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാൻ എഴുതിയിരിക്കുന്നു. ഈ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാത്ത ഓരോ മനസ്സും സാത്താനാണ്. അവിടെ എഴുതിയിരിക്കുകയാണ്, നാം ശത്രുക്കളായിരുന്നു. ഇപ്പം റോമാലേഖനം 5-ല് 4 കാര്യമാണ് പറയുന്നത്. നാം പാപികളായിരുന്നു, വി വെയർ സിന്നേഴ്സ്. നാം അഭക്തന്മാരായിരുന്നു, വി വെയർ അൺഗോഡ്ലി. നാം ബലഹീനരായിരുന്നു, വി വെയർ വീക്ക്. നമ്മൾ ശത്രുക്കളായിരുന്നു, വി വെയർ എനിമീസ്. അപ്പോൾ നമ്മൾ പാപികളായിരുന്നു, അഭക്തരായിരുന്നു, ബലഹീനരായിരുന്നു, ശത്രുക്കളായിരുന്നു. ഈ നമുക്ക് വേണ്ടി ക്രിസ്തു തക്ക സമയത്ത് മരിച്ചു. ഇനി അതിനകത്ത് നീ ശത്രുക്കൾ എന്നുള്ള എടുക്കാം. വി വെയർ സൈറ്റൻ. ഐ വാസ് എ സൈറ്റൻ. ഞാനൊരു സാത്താനായിരുന്നു. ഇപ്പൊ പെന്തക്കോസ്തിൽ വന്ന് ഇപ്പൊ സാത്താനായെന്നല്ല. ഞാൻ പെന്തക്കോസ്തിലായിരുന്നപ്പോൾ ഞാൻ ഒന്നാന്തര സാത്താനായിരുന്നു. കാരണം ദൈവത്തിന്റെ ശത്രുവായിരുന്നു. കാരണം ദൈവത്തെ മറ്റൊരു രീതിയിൽ മനസ്സിലാക്കുക, ദൈവത്തെ മറ്റൊരു രീതിയിൽ പഠിപ്പിക്കുക. എൻ്റെ ഉള്ളിലും ദൈവം എന്നാലും എന്നോട് ഇത് ചെയ്തല്ലോ എന്നുള്ളൊരു ചിന്ത ഉണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ ശത്രുവാണ്. കാരണം ദൈവത്തെ നമ്മൾ മനസ്സിലാക്കുന്നില്ല. ദൈവം സ്നേഹമാണ് എന്ന് പൂർണ്ണമായി മനസ്സിലാക്കാത്ത ഓരോ മനസ്സും സാത്താനാണ്. നിങ്ങൾക്കത് പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടുണ്ടോ? ദൈവം സ്നേഹമാണ് എന്ന് പൂർണ്ണമായ അർത്ഥത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ വളരെ സ്നേഹത്തോടെ പറയണം, നിങ്ങളൊരു സാത്താനാണ്. അപ്പൊ ഈ ദൈവ സ്നേഹമാണോ, അല്ലെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു, അല്ലെങ്കിൽ അവിടെ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു, അങ്ങനെ എന്തുകൊണ്ട് സംഭവിച്ചു, ഈ ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉയർന്നു വരുമ്പോൾ നമ്മൾ സാത്താന്റെ ചിന്തകളാണ് പൊങ്ങി വരും. ഇനിയിപ്പോ നിങ്ങൾക്ക് ആ വാക്യം വായിക്കുമ്പോൾ മനസ്സിലാവും, സാത്താൻ 18 വർഷമായി ഇവളെ ബന്ധിച്ചിരിക്കുകയാണ്.
കാരണം 18 വർഷമായിട്ട് ഇവൾ ചോദിക്കുന്ന ചോദ്യമാണ്, എനിക്കെന്തുകൊണ്ട് ഇത് സംഭവിച്ചു, എനിക്കെന്തുകൊണ്ട് ഇത് സംഭവിച്ചു, എനിക്കെന്തുകൊണ്ട് ഇത് സംഭവിച്ചു. ദൈവം സ്നേഹമാണെങ്കിൽ ഞാൻ ദൈവത്തെ ആരാധിക്കുന്നു, ഞാൻ അബ്രഹാമിന്റെ മകളാണ്, ഞാൻ ഒരാഴ്ചയിലും പള്ളി മുടക്കുന്നില്ല, ഇപ്പോഴും പള്ളിക്കകത്ത് വെച്ച കർത്താവ് അവളെ കാണുന്നു, കൂനായിട്ടും പള്ളിയിൽ പോകുന്നു, ആളുകൾ എന്നെ പഴിക്കുന്നു, ദുഷിക്കുന്നു, നിന്ദിക്കുന്നു, പരിഹസിക്കുന്നു, അപമാനിക്കുന്നു, കളിയാക്കുന്നു. എന്തൊരു ജീവിതമാണിത്. 18 വർഷമായി സാത്താൻ ബന്ധിച്ചിരിക്കാൻ, 18 വർഷമായി നന്ദിപൂർവ്വം എന്റെ ദൈവമേ നിനക്ക് സ്തുതി എന്ന് പറയാൻ നമുക്ക് പറ്റിയിട്ടില്ല. കാരണം കാര്യങ്ങളെല്ലാം ഒന്ന് ക്രമീകരിച്ചിട്ട് വേണമല്ലോ ഒരു സ്തുതി പറയാൻ. എന്റെ കാര്യങ്ങളെല്ലാം എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ശരിയായി കഴിയുമ്പോഴാണ് ഞാൻ സ്തുതി പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ സ്തുതി പറയാത്തത്. പിന്നെ സ്തുതി നാക്കുകൊണ്ട് പറയത്തില്ല, ഹൃദയത്തിൽ നിന്ന് വരുന്നില്ല. അപ്പൊ നന്ദി നിറഞ്ഞ ഹൃദയം, താങ്ക്സ് ഗിവിങ്, അതാണ് സ്തോത്രം എന്ന് പറയുന്നത്. അപ്പൊ നന്ദി നിറഞ്ഞ ഒരു ഹൃദയം എന്നിൽ ഉളവാകുന്നില്ല, മറിച്ച് നിരാശ നിറഞ്ഞ ഹൃദയം, ആകുലതയും ഉത്കണ്ഠയും നിറഞ്ഞ ഹൃദയം, ഇരുട്ട് പിടിച്ച ഹൃദയം, സംശയങ്ങളുള്ള ഹൃദയം. എന്റെ ഹൃദയം അങ്ങനെയാണ്. അപ്പോൾ ഞാൻ എവിടെയാണ്? സാത്താനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അതാ പറഞ്ഞ 18 വർഷമായി സാത്താൻ ബന്ധിച്ചിരുന്ന ഈ അബ്രഹാമിന്റെ മകള്, അബ്രഹാമിന്റെ മകളെ 18 വർഷമായിട്ട് സാത്താൻ ബന്ധിച്ചിരിക്കുകയാണ്. കാരണം അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഹൃദയപൂർവ്വം ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്നില്ല. അപ്പൊ സാത്താന്റെ ബന്ധനത്തെ നിങ്ങൾ കഴിക്കണം. യേശു അവളെ സുഖപ്പെടുത്തുകയാണ്. അപ്പോഴാണ് അവളിലേക്ക് ആ ബോധ്യം വന്നു, ദൈവം എന്നെ കണ്ടു, ദൈവം എന്നെ സുഖപ്പെടുത്തി, ദൈവം എന്നെ വിടുവിച്ചു, എന്നെ ഡെലിവറി ചെയ്തു. ദൈവമേ സ്തുതി. അവളുടെ ഉള്ളിലേക്ക് ആ സന്തോഷത്തിന്റെ തിരത്തള്ളൽ വരിക, ബന്ധനം അഴിഞ്ഞുപോയി. പൗലോസ്ലീഹ എഴുതുമ്പോ പൗലോസ്ലീഹ പറയുകയാണ്, എന്റെ സാഹചര്യങ്ങൾക്ക് വിപരീതമായി, എന്റെ അവസ്ഥകൾക്കെതിരായി എനിക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റും. ഹബക്കൂക്ക് പറയുന്നുണ്ട്, അത്തിമരങ്ങൾ പൂത്തില്ലെങ്കിലും മുന്തിരി വള്ളി തളിർത്തില്ലെങ്കിലും ഒലിവ് വൃക്ഷം ഫലം തന്നില്ലെങ്കിലും കന്നുകാലികൾ ഗോശാലയിൽ അറ്റുപോയാലും ഗോതമ്പ് പാടത്തൊന്നുമില്ലെങ്കിലും കളപ്പുരയിൽ ധാന്യം ഇല്ലാതെ വന്നാലും whatever happens I will rejoice. കാരണം ഹബക്കൂക്ക് പറയാണ്, ഞാൻ സാത്താനാൽ ബന്ധിക്കപ്പെട്ടിട്ടില്ല. ഇതാണ് സാത്താൻ 18 വർഷമായി ബന്ധിച്ചു എന്ന് പറയുന്നത്. അല്ലാതെ ഈ പെന്തക്കോസ്ത് ലാടവൈദ്യന്മാർ പറയുന്നത് പോലെ അവിടെ സാത്താൻ ഇങ്ങനെ കന്നുകാലിക്കൂട്ടിന്റെ അവിടെ നിൽക്കുകയായിരുന്നു, ഇങ്ങനെ പമ്മി പമ്മി ഇവളിൽ ഒന്ന് കയറി പറ്റാൻ വേണ്ടി ഒരു ദിവസം. അങ്ങനെ ഒരു ദിവസം ഇവൾ അതുവഴി വന്നപ്പോഴേക്കും മൂത്രം ഒഴിച്ചിട്ട് കാല് കഴുകിയില്ല. അപ്പൊ കാലിൽ മൂത്രം ഉള്ളതുകൊണ്ട് ആ മൂത്രത്തിൽ കൂടെ പിടിച്ച് സാത്താൻ അവളുടെ ശരീരത്തിൽ കയറി. അങ്ങനെ ആദ്യമൊന്നും കുഴപ്പമില്ല. എന്നിട്ട് 1-2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും പെടലേക്ക് പിടിച്ചൊന്ന് തിരിച്ചു. അങ്ങനെ ഒരു 4-5 ആഴ്ച കൊണ്ട് അവളെ കുനിച്ച് അവളെ ഒരു കൂനിയാക്കി. അങ്ങനെ 6 മാസം കൊണ്ട് അവൾ പെർഫെക്റ്റ് കൂനിയായി. 18 വർഷമായി സാത്താൻ അവളുടെ മുതുകത്തിരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഹൃദയപൂർവ്വം ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ സാത്താനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് സ്തുതിക്കാനൊക്കെ പറ്റുന്നുണ്ട്, ചെറിയ സംശയങ്ങളാണെങ്കിൽ നിങ്ങൾ സാത്താനാൽ സ്വാധീനിക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ ദൈവത്തെ തെറി പറയുകയാണ്. സ്തുതിക്കുന്നു അല്ല, സംശയം ഉണ്ടെന്ന് തന്നെയല്ല, സ്തുതിക്കുന്നില്ലെന്നുമല്ല, സ്തുതിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുമല്ല. നിങ്ങൾ ദൈവത്തിനെതിരായിട്ട് ദൈവത്തെ ചീത്ത വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ സാത്താനാണ്. അപ്പൊ 3 സ്റ്റേജാണ് ഞാൻ പറഞ്ഞത്. ഒന്നുകിൽ നിങ്ങൾ സാത്താനാണ്, അല്ലെങ്കിൽ നിങ്ങൾ സാത്താനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ സാത്താനാൽ സ്വാധീനിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് നന്ദിയോടെ സ്തുതിക്കാൻ പറ്റുന്നുണ്ട്, സ്തോത്രം ചെയ്യാൻ പറ്റുന്നുണ്ട്, പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ചുമ്മാ ഇരിക്കുമ്പോൾ ഒരു സംശയം, എന്നാലും ഇതൊക്കെ ശരിയായിരിക്കോ, ദൈവം സ്നേഹമായിരിക്കോ എന്ന് വെച്ച് നിങ്ങൾ സാത്താനുമായിട്ട് ചാറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ 4 സ്റ്റേജ് വേണേ വെക്കാം. ഒന്നുകിൽ നിങ്ങൾ സാത്താനാണ്, അല്ലെങ്കിൽ നിങ്ങൾ സാത്താനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ സാത്താനാൽ സ്വാധീനിക്കപ്പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ സാത്താനുമായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് യേശു പറഞ്ഞത് 18 വർഷമായി അബ്രഹാമിന്റെ ഈ മകളെ സാത്താൻ ബന്ധിച്ചിരിക്കുകയായിരുന്നു, ഇതാ അയച്ചു വിട്ടിരിക്കുന്നു. കാരണം അവർക്ക് ആ മോചനം കിട്ടുന്ന ഫിസിക്കൽ ഹീലിംഗ് കിട്ടിയേ മതിയാകും. അപ്പോഴാണ് അവർക്ക് മോചനം കിട്ടുന്നത്.
എന്നാൽ ഫിസിക്കൽ ഹീലിംഗ് ഇല്ലാതെ, മെറ്റീരിയൽ ബ്ലെസ്സിങ് ഇല്ലാതെ, സാത്താന്റെ ബന്ധനം ഇല്ലാത്ത അനേകരുണ്ട്. അവരെ നമ്മൾ വിശുദ്ധന്മാരെന്ന് വിളിക്കുന്നത്. ഇപ്പൊ കത്തോലിക്ക തിരുസഭയിലെ വിശുദ്ധന്മാരുടെ ചരിത്രം തന്നെ നിങ്ങൾ പഠിച്ചാൽ മതി. അനുദിന വിശുദ്ധന്മാരുണ്ടല്ലോ. എന്തെല്ലാം സഹനങ്ങളിലൂടെയാണ് അവർ കടന്നു. സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ അവരെന്ത് ചെയ്തുകൊണ്ടിരുന്നു? ദൈവസ്നേഹത്തെ തിരിച്ചറിഞ്ഞു, അതിനെ എന്ത് ചെയ്തു? പുകഴ്ത്തിക്കൊണ്ടിരുന്നു, വാഴ്ത്തിക്കൊണ്ടിരുന്നു. സുറിയാനി സഭയിലെ വിശുദ്ധന്മാരുമുണ്ട്. നിങ്ങൾക്ക് കുറെ കൂടെ വായിച്ച് മനസ്സിലാക്കാൻ എളുപ്പം കത്തോലിക്ക സഭയിലെ വിശുദ്ധന്മാർ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അവരുടെ എല്ലാം ലൈഫ് നിങ്ങൾ നോക്കുമ്പോൾ അവർ ഇതാണ് ഈ പിശാചിൽ നിന്നുള്ള മോചനം എന്ന് അവർ മനസ്സിലാക്കും. അപ്പൊ അതാണ് അതിന്റെ കാര്യം. ഈ 2000 പന്നി കടലിൽ ചാടി ചത്തതിന്റെ കാരണം വ്യക്തമാക്കാമെന്ന് ചോദിച്ചു. ഈ അതേക്കുറിച്ച് പണ്ട് ഈ ഫുൾട്ടിൻഷിൻ പറഞ്ഞത് ഒരു തമാശാണ്. ഈ പന്നികൾ എല്ലാ ദിവസവും ഈ മനുഷ്യനെ കാണുമായിരുന്നു. അപ്പൊ ഈ പന്നികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്, എന്തൊരു ഗതികെട്ട ജീവിതമാടാ ഇവന്റെ. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴേക്കാണ് ഈ പന്നികൾ കേൾക്കുന്നത്, ഈ ഭൂതമൊക്കെ കൂടെ പന്നികളുടെ ദേഹത്തോട്ട് വരികയാണ്. പന്നികൾ തമ്മിൽ പറഞ്ഞു, ഈ ഭൂതമൊക്കെ കൂടെ വന്ന് നമ്മുടെ ദേഹത്ത് കയറി കഴിഞ്ഞ് ജീവിച്ചിരിക്കുന്നതിൽ ഭേദം ആത്മഹത്യ ചെയ്യുന്നതാണെന്ന് ഓർത്ത് പന്നികൾ പോയി ആത്മഹത്യ ചെയ്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തമാശാണ്. അപ്പം ഇതാണ് ഇറ്റ് വാസ് എ സൈൻ. അതൊരു അടയാളമായിരുന്നു. കർത്താവിന്റെ ആ അധികാരത്തെ കാണിക്കാൻ, ആ അധികാരത്തെ, ആ സൈൻ കാണുമ്പോൾ ആണ് ഇവന്റെ മനസ്സിന് മൈൻഡ് ഹീലിംഗ് വരുന്നത്. കാരണം അവൻ പൂർണ്ണമായും വിടുവിക്കപ്പെട്ടിരിക്കുന്നു, അക്സെപ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള ബോധ്യം. ഒരു മെന്റൽ ഡിസോർഡർ ആണ് അവനുള്ളത്. അപ്പൊ അവന് പൂർണ്ണമായും അവൻ അക്സെപ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ള ഒരു ബോധ്യം ആ ഒരു സംഭവത്തോടെ കിട്ടുകയാണ്. അത് മാത്രമേ ഉള്ളൂ അവിടെ. അല്ലാതെ അവിടെ ഒരു പിശാച് വന്നു കുത്തുന്നൊന്നുമല്ല. ആ ഒരു സംഭവം കാണുമ്പോൾ അവന്റെ മനസ്സിന് സൗഖ്യം ഉണ്ടാകുകയാണ്. കർത്താവിന്റെ അധികാരം അവിടെ കാണിച്ചാണ്. ഇനി ഇവിടെ വേറെ സംശയങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. പ്രാർത്ഥനകളൊന്നും പുതുതായിട്ട് ആരും ഇട്ടിട്ടുമില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഈ 2 മിനിറ്റോടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ അത് അഡ്രസ് ചെയ്യുന്നതായിരിക്കും. സ്വർഗദൂതർക്കുടയവനേ, അവരാൽ മഹത്വപ്പെടുന്നവനേ, വന്ദനവോടെ നിനക്കു സ്തുതി, പ്രാർത്ഥനകൾ കൈക്കൊള്ളണമേ. ഈ നമ്മൾ വിശ്വസിക്കാൻ നമുക്ക് ബാധ്യതയുള്ളത് നമ്മുടെ വിശ്വാസ പ്രമാണമാണ്. നിത്യാവിശ്വാസ പ്രമാണം. നമ്മൾ ദിവസവും 7 പ്രാവശ്യം ഏറ്റുമില്ലെന്ന് വിശ്വാസ പ്രമാണമാണ്. ആ വിശ്വാസ പ്രമാണത്തിൽ ഒരു നിത്യ നരകമില്ല. മനസ്സിലാകുന്നുണ്ടോ? നിത്യമായിട്ട് ആരെയും മറക്കുമെന്നോ പൊരിക്കുമെന്നോ ഒന്നും അതിനകത്ത് പറയുന്നില്ല. നമ്മൾ പിശാചിലും വേദപുസ്തകത്തിലൊന്നും അല്ല വിശ്വസിക്കുന്നത്. നമ്മൾ വിശ്വസിക്കുന്ന പിതാവായ ദൈവത്തിലും പുത്രനായ ദൈവത്തിലും പരിശുദ്ധ റൂഹായിലും സഭയിലും നമ്മൾ വിശ്വസിക്കുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? മാമോദിസ ഏറ്റു പറയുന്നു. അപ്പം നിങ്ങൾ വിശ്വാസപ്രമാണം നോക്കുമ്പോൾ പിതാവിൽ വിശ്വസിക്കുന്നു, പുത്രനിൽ വിശ്വസിക്കുന്നു, പരിശുദ്ധ റൂഹായിൽ വിശ്വസിക്കുന്നു. പിന്നെന്ത് ചെയ്യുന്നു? കാതോലികവും ശ്ലൈഹികവും ആയ ഏക വിശുദ്ധ സഭയിലും വിശ്വസിക്കുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? പാപമോചനത്തിന് മാമോദിസ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഏറ്റു പറയുന്നു. മാമോദിസ വിശ്വസിക്കല്ല, അത് ഏറ്റു പറയുന്നു. മരിച്ചുപോയവരുടെ ഉയർപ്പിന് വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി നോക്കി പാർക്കുന്നു. അപ്പൊ വിശ്വസിക്കുന്നു, ഏറ്റു പറയുന്നു, നോക്കി പാർക്കുന്നു. അതാണ് ക്രീഡ്. അപ്പൊ അതാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്, അല്ലാതെ മറ്റു കാര്യങ്ങൾ അസ്യൂം ചെയ്ത് വിശ്വസിക്കല്ല.
ത്രിയേകാമേകത്രയാം ഏകദൈവവുമായുള്ള പിതൃസുത പരിശുദ്ധാത്മാവാം സത്യപരനേ നിനക്കു സ്തുതി. ബലഹീനരുടെ അപേക്ഷകളും അനുതാപികളുടെ കണ്ണീരും മുൻഫലമായ കാഴ്ചകൾ പോൽ കൈക്കൊള്ളുവോനേ നിനക്കു സ്തുതി. സ്വർഗദൂതന്മാർ തന്നെ സ്തുതിയാൽ ഘോഷിക്കുന്നവനെ ഊഴികളായവരിൽ നിന്ന് അളവില്ലാതെ നിനക്കു സ്തുതി. പിതൃസുത പരിശുദ്ധാത്മാവാം ഏകദൈവത്തിൻ പക്കൽ നിർമ്മലമായ ബോധത്താൽ സ്തോത്രം നാം ചെയ്തിടേണം. കൊല്ലും നഞ്ചിവയായുള്ള